ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ. ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. സുഗ്രീവ രാജ്യാഭിഷേകം. ബാലിയെ വധിച്ചു. അംഗദനും സുഗ്രീവനോട് ഇനി അതിൻ്റെ സംസ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് അഭിഷേകം. സുഗ്രീവനോട് അരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രനാം അംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാര ആദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തം ആഹന്ത ചെയ്യുക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ. സന്തോഷമായിട്ട് അതിൻ്റെ സംസ്കാര കർമ്മങ്ങളൊക്കെ ഭഗവാന്റെ ആജ്ഞപ്രകാരം ചെയ്യുന്നു. സൗമ്യമായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യ പ്രധാനന്മാരും പൗരജനങ്ങളുമായി നിർവേദ്രോ ഉചിതം പേര് മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്ത മാർഗേണ കർമ്മം കഴിച്ചതാ സ്നാത്വാ ജഗാമതിരുഹൂത്തമ സന്നിധോ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജ അന്തർമുദ പറഞ്ഞാൻ കവിപുങ്കവൻ. എല്ലാം സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി അഭിഷേകത്തിന് സമയമായപ്പം സുഗ്രീവൻ പരമാത്മാവിനോട് പറയുന്നു, ശ്രീരാമനോട് പറയുന്നു, രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണം. ഇനി പൂജ്യനാകും നിന്തിരുവടി സാദരം. പരമാത്മാവ് തന്നെ ഇത് പാലിക്കണം, രാജ്യം പാലിക്കണം. ദാസനായുള്ളൊരടിയനിൽ തവ ശാസനയും പരിപാലിച്ചു സന്തതം. ഭഗവാന്റെ ശാസനപ്രകാരം ഇവിടെ കഴിഞ്ഞുകൊള്ളാം. ദേവദേവേശാതേ പാദപത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ കഴിയാം. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാൻ അതിനില്ല ഒരു സംശയം, ഞാനതിനില്ല. നീ തന്നെ അഭിഷേകം ചെയ്യൂ. ശ്രീരാമന് അതിനില്ല. പ്രീതനായി പോയാലും ആശു മമാജ്ഞയാ രാജ്യാധിപത്യം നിനക്ക് തന്നെ. ഇനി പൂജ്യനായി ചെന്ന് അഭിഷേകം കഴിക്ക. നിനക്ക് തന്നെയാണ് രാജ്യാഭിഷേകം. ശ്രീരാമ ഭഗവാന്റെ ആജ്ഞപ്രകാരം അങ്ങനെ പോയി. നൂനമൊരു നഗരം പൂകയുമില്ല. ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകം ആദരാൽ. സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ ഇപ്പോൾ നിനക്ക് അഭിഷേകം ലക്ഷ്മണൻ നടത്തി തരും. എന്നിട്ട് സാമർഥ്യമുള്ള, അതായത് ബാലിയെ പോലെ സാമർഥ്യമുണ്ട് അംഗദന് മകന്. എന്നിട്ട് യൗവരാജ്യാർത്ഥം അഭിഷേചയ പ്രഭു, യുവരാജാവായിട്ട് അവനെ പിന്നെ വാഴിക്കാം. സർവാധീനം നിനക്ക് രാജ്യം സർവാധീനവും നിനക്ക് തന്നെയാണ് രാജ്യം.
ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദൃശ്യകരെ വസിക്കുന്നതുകൊണ്ട് ഞാൻ അദ്യ പ്രഭൃതി ചാതുർമാസ്യമാകുലാൽ 4 മാസം ഞാനിവിടെ കഴിയും. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തര അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. മഴ കഴിയുമ്പോൾ വർഷം കഴിയുമ്പോൾ നീ പിന്നെ സീതയെ അന്വേഷിക്കണം. തന്നൊങ്കി താൻ ഇരിപ്പേടം അറിഞ്ഞു വന്ന് എന്നോട് ചൊല്ലുകയും വേണം. മമ സഖേ, എവിടായിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് എന്നോട് പറയണം. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോട് ധാരാത്മജയ് സമം. അത്രനാളും ഇന്നു മുതൽ 4 മാസം വരെ നീ നിന്റെ വസതിയിൽ പുരത്തിങ്കൽ നീ വസിക്ക നിത്യസുഖത്തോടെ, അതായത് ഭാര്യപുത്രന്മാരോടുകൂടി. രാഘവൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരി പുക്ക് അഭിഷേകവും ചെയ്തു വന്നിതു. രാമാന്തികേ സുമിത്രാത്മജൻ അഭിഷേകം കഴിച്ചുകൊണ്ടിട്ട് ലക്ഷ്മണൻ ഭഗവാന്റെ അടുത്തിലേക്ക് വന്നു. സോദരനോടും പ്രവർഷണാഖ്യേ ഗിരവ്, പ്രവർഷണ പർവ്വതത്തിന് മുകളിൽ ഉന്നതമായൊരു കൊടുമുടിയുടെ മുകളിൽ സാദരം ചെന്നു കരേറി രഘുത്തമൻ സോദരനും കൂടെ ഉന്നത ഊർദ്ധ ശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹ്വരം കാണായി. സ്ഫടിക ദീപ്തി കലർന്ന് വിളങ്ങിന ഹാടക ദേശം മണിപ്രവരോജ്വലം, അതായത് പിന്നെ സ്ഫടിക പ്രഭ പോലെ അത്ര സുന്ദരമായ സ്വർണ്ണമയ ദേശമാകുന്ന ഒരു ഗഹ്വരാണ് കണ്ടത്. മണിപ്രവരോ ഉജ്ജ്വലമായിട്ട് തിളങ്ങുന്നത്. വാദവരുഷ ഹിമതാപവാരണം, അവിടെ കാറ്റും മഴയും മഞ്ഞും ചൂടും വാരണം പാദപ വൃന്ദ ഫലമൂല എല്ലാം അവിടെ ഉണ്ട്. മൂലാദികളും സഞ്ചിതം എല്ലാം കൊണ്ടൊരു കൂട്ടമുണ്ട്. തത്രൈവ വാസായ രോചയാമാസ സൗമിത്രിണ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദി ഭക്തജനൻ തഥാമർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷി മൃഗാദിരൂപം ധരിച്ച് അന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ. സ്ഥാവരജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധി വിരതനാം ഏകാന്തദേശേ മരുവും ദശാന്തരേ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം, അതായത് ഭഗവാൻ രാഘവൻ സമാധിയിൽ ഇരുന്നിട്ട് സമാധിയിൽ നിന്ന് ഉണർന്നപ്പോൾ സൗമിത്രി ലക്ഷ്മണൻ പറയുന്നു, വളരെ താല്പര്യത്തോട് പറയുന്നു, ചോദിച്ചു ഭഗവാനോട്, കേൾക്കയിൽ ആഗ്രഹം പാരം ക്രിയാമാർഗം ആഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതേ, എനിക്ക് ക്രിയാമാർഗത്തെപ്പറ്റി എനിക്ക് പറഞ്ഞു തരണം, വളരെ താല്പര്യത്തോട് ചോദിച്ചു. വർണ്ണാശ്രമികൾക്ക് മോക്ഷതം പോലെ അത് വർണ്ണിച്ച് അരുൾ ചെയ്യുക വേണം ദയാനിധി, അത് മോക്ഷപ്രദമാകുന്നു, അതെനിക്ക് പറഞ്ഞു തരണം. നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രന്മാർ ഭക്തിയാ പറയുന്നതെന്ന് കേൾപ്പുണ്ടു ഞാൻ. ഈ ക്രിയാമാർഗം ഭക്തന്മാരെല്ലാം പറയുന്നു, ഇത് പുരുഷാർത്ഥം സാധിക്കുന്നതാണ്. ഭക്തനായി ദാസനായുള്ള ഒരു അടിയന്, അത് ലക്ഷ്മണന് മുക്തിപ്രദം ഉപദേശിച്ചരുളണം. ഇത് മുക്തിപ്രദമാണ്, എനിക്ക് പറഞ്ഞു തരണം, ഉപദേശിച്ചു തരണം. ലോകൈകനാഥ ഭവാൻ അരുൾ ചെയ്കിലോ ലോകോപകാരകമാകയുണ്ടല്ലോ, എനിക്കിത് പറഞ്ഞു തന്നാൽ ഇത് ലോകത്തിന് ഉപകാരമാണല്ലോ. ലക്ഷ്മണൻ ഏവം ഉണർത്തിച്ച നേരത്ത് തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു. ക്രിയാമാർഗ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നു. നമുക്കറിയത്തില്ല, വായിച്ചു പോകാം. എനിക്ക് ക്രിയാമാർഗം ഇത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇതിനകത്തൂടെ ഇതിൽ കൂടെ വായിച്ചാൽ അറിയുന്നത്. കേൾക്ക നീ എങ്കിൽ മൽ പൂജാ വിധാനത്തിന് ഓർക്കിൽ അവസാനമില്ലെന്നറിയ. നീ ഇത് ഓർത്താൽ ഇതിന് അവസാനമില്ല, അത്രമാത്രം ഉണ്ട് ഇതിൻ്റെ മാർഗങ്ങൾ പല രീതിയിൽ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു ചുരുക്കി പറഞ്ഞുതരാം. നിങ്ങളുള്ളൊരു വാത്സല്യമൊഴുക്കയാൽ, നിന്നുള്ള സ്നേഹം കൊണ്ട് തന്നുടെ ഗൃഹ്യോക്ത മാർഗേണ മന്നിടത്തിങ്ങൾ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാരപൂർവ്വം ആരാധിക്കാമെടോ. അതായത് ഈ ഗൃഹത്തിലൊക്കെ വെച്ചുണ്ടാകുന്ന പൂജയാണ്. ഇത് മനസ്സിലാക്കിയാൽ ഇവിടെ ബ്രാഹ്മണ്യത്വം, അത് ബ്രഹ്മത്വം, ഒരു ബ്രാഹ്മണൻ എങ്ങനെ കർമ്മം കൊണ്ടൊക്കെ നമുക്ക് ബ്രാഹ്മണനാകാമല്ലോ, അങ്ങനെയൊക്കെ ആകാം. ആചാര്യനോട് മന്ത്രമൊക്കെ കേട്ട് സാദരം ആചാരപൂർവ്വം ആരാധിക്കാമെടോ. ഹൃൽക്കമലത്തിങ്കിലാകിലുമാം, നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിലും വെച്ചും പൂജിക്കാം. പുനഃ അഗ്നി ഭഗവാങ്കലാകിലുമാമെടോ, അഗ്നിയിലുമാകാം. മുഖ്യ പ്രതിമാതകളിൽ എന്നാകിലും, പ്രതിമ പോലുള്ളതിലും, അർക്കങ്കലാകിലും സൂര്യങ്കലും, അപ്പിങ്കലാകിലും വെള്ളത്തിങ്കിലും, സ്തണ്ടിലത്തെങ്കിലും, അതായത് യാഗവേദിയിൽ നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ ഉത്തമം എത്രയും, അതായത് ശിലാവിഗ്രഹം അതിലും അത്രയും ഉത്തമമാണ്. എന്നിട്ട്
വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ മൃല്ലേപനാദി വിധി വഴി മണ്ണ് പൂശൽ. മൃല്ലേപനാദി അതിങ്ങനെ മണ്ണിങ്ങനെ പൂശുന്ന ആ വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലം അറിഞ്ഞ് വന്ദന ആദിയാം. അതായത് എന്തൊക്കെയാ സന്ധ്യാസമയം ചെയ്യേണ്ടത്, കുളിച്ച് ശുദ്ധമായിട്ട് മൂലമറിയണം, ചുവട് അത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അറിഞ്ഞ് പിന്നെ സന്ധ്യാവന്ദനാദിയ നിത്യകർമ്മം ചെയ്ത് പിന്നെ സ്വകർമ്മണാ ശുദ്ധാർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയേ. ആചാര്യനായത് ഞാനെന്ന് കൽപ്പിച്ചു. ഞാനെന്ന് പറയുന്നത് പരമാത്മാവ്, ശ്രീരാമനിൽ പരമാത്മാവാണല്ലോ. അപ്പോൾ ആ പരമാത്മാവിനെ ആണ് ഉദ്ദേശിക്കേണ്ടത്. ശ്രീരാമന് ഒരു രൂപം എടുത്തതുകൊണ്ട് നമ്മൾ ശ്രീരാമൻ എന്ന് പറയുന്നു. പക്ഷേ ആ രൂപത്തിൽ ഇരിക്കുന്ന ആളിനെ, ആ പരമാത്മാവിനെയാണ് ചിന്തിക്കേണ്ടത്. അത് കൃഷ്ണനിലുമുണ്ട്, പൂർണ്ണമായുണ്ട്. ശ്രീരാമനിലും അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കൃഷ്ണൻ്റെ അത്ര ഇല്ലെന്നേ ഉള്ളൂ. 100-ന് 100 ഉണ്ട് കൃഷ്ണന്. പൂർണ്ണമാണ് പരമാത്മാവ്. അതുകൊണ്ട് ഭഗവാൻ പരമാത്മാവാകുന്ന ശ്രീരാമനിൽ അതായത് ഇങ്ങനെ ചിന്തിക്കണം. ആചാര്യനായത് ഞാനെന്ന് കൽപ്പിക്കണം. ആരാ? ഈശ്വരൻ പരമാത്മാവാണെന്ന് കണ്ടുകൊണ്ട് പൂജിക്കുക. ഭക്തിയോടെ ദിവസം പ്രതി പൂജിക്കണം പരമാത്മാവ്. ആ ശ്രീരാമനാണെങ്കിൽ അങ്ങനെ ശ്രീരാമൻ്റെ ദേഹത്തെയല്ല, അതിലിരിക്കുന്ന ആ ശക്തിയെ, ആ പരബ്രഹ്മത്തെ ദിവസം പ്രതി ഭക്തിയോടെ പൂജിക്കണം. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിയുക നീ. അതായത് ചന്ദനം, ജലഗന്ധ, പുഷ്പധൂപദീപങ്ങളെ കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ചിന്തിക്കുകയൊക്കെ എന്താ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് അതൊക്കെ നമുക്ക് ലഭിക്കും. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം ഇരിക്കുന്നതറിയുക നീ. ഇങ്ങനെ പ്രതിമാദികളെല്ലാം അത്രമാത്രം സന്തോഷത്തോടെ പിന്നെ അലങ്കരിക്കണം. മാലയൊക്കെ നമ്മൾ വിഗ്രഹത്തിലൊക്കെ അതായത് ഈ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് മാല അല്ലെ ഒരു ഫോട്ടോ ആയാലും കെട്ടിയിട്ട് ചന്ദനമൊക്കെ കുളിപ്പിച്ച് തുടച്ച് ചന്ദനമൊക്കെ ചാർത്തി മാലയൊക്കെ ഇട്ട് എന്തൊക്കെയാണ് വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ എനിക്ക് അത്രമാത്രം പ്രസാദമെന്ന് അറിയുക നീ. അഗ്നൗ യജിക്ക് ഹവിസ് കൊണ്ട് ആദരാൽ അർക്കനെ തണ്ടിലെത്തിങ്കൽ എന്നാകിലോ. മുമ്പിലെ സർവപൂജ ദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ഇതെല്ലാം സാധന സാമഗ്രികളെല്ലാം പൂജകൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന് മുമ്പേ കരുതി വെക്കണം. ശ്രദ്ധയോടും കൂടെ വാരി എന്നാകിലും ജലമാണ് വാരി, വെള്ളം. അത് ശ്രദ്ധയോടുകൂടി അത്രമാത്രം ഭക്തിയിലും ഭഗവാന് ഒരു തുള്ളി ജലമാണ് കൊടുക്കുന്നെങ്കിൽ അത് ആ ശ്രദ്ധയിലിരിക്കേണ്ട കാര്യം. അല്ലാതെ ആരെങ്കിലും ഉദ്ദണ്ണിച്ച് ഒരു വീട്ടിലാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ചിലപ്പോൾ നമ്മുടെ മക്കളോട് ഉപദേശിക്കും, മക്കളെ ഒന്ന് ഭഗവാനൊക്കെ ഉണ്ട് വെള്ളം കൊണ്ടുപോയി. പക്ഷേ ആ കുട്ടി അപ്പോൾ കൊണ്ടുവയ്ക്കും, വെള്ളം കൊണ്ടുവയ്ക്കും. ചിലപ്പോൾ എങ്ങനെ കൊണ്ടുവെക്കുന്നത് അതിന് വൃത്തിശുദ്ധി കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞിനെങ്ങനെ ചെയ്യും? എന്തെങ്കിലും ചിലപ്പം തലയൊക്കെ കെട്ടി സ്കൂളിൽ പോകുന്ന നേരത്തായിരിക്കും ഇത് വെക്കാൻ പറ്റുക. ആ കൈ കഴുകണമെന്നില്ല. ചിലപ്പം തൂത്ത ചൂല് പിടിച്ചിട്ട് കൈ കഴുകണമെന്നില്ല, അതിനറിയില്ലല്ലോ. ഇതെല്ലാം പഠിപ്പിച്ചിട്ടേ ആ ഭക്തിയോട് ശ്രദ്ധയോടും കൂടി ചെണ്ടിച്ചേക്കാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടേ അത് ചെയ്യിക്കാവൂ. ഇല്ലെങ്കിൽ ദോഷമാണ്. ഭഗവാന് കൊടുക്കുമ്പോൾ അത്ര ശ്രദ്ധയോടുകൂടി ശുദ്ധമായി തന്നെ ചെയ്യുകയും വേണം, ഭക്തിയോട് ചെയ്യുകയും വേണം. അതുകൊണ്ട് ശ്രദ്ധയോടും കൂടെ വാരി ജലം പോലും ആകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയമാണ്. അങ്ങനെ ഒരു ഭക്തനാണ് ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അത് ഭഗവാന് ദൈവമേ രാവിലെ എനിക്ക് ഭഗവാന് ജലം പുഷ്പമൊക്കെ കൊടുക്കണ്ടേ, ആ ഒരു ശ്രദ്ധയും ഒരു വികാരം ഒരു വെപ്രാളമൊക്കെ നമുക്ക് വേണം. അങ്ങനെ പെട്ടെന്ന് അതൊക്കെ ആ ശ്രദ്ധയെന്ന് പിന്നെ നമുക്ക് വേറൊന്നും മതിമറന്ന് പോകത്തില്ല. ഈ ലോകക്കാരിലേക്ക് പോകരുത്. അതാണ് ഭക്തി ശ്രദ്ധ. ആ ഭഗവാൻ അത് കൊടുക്കുകയും പൂജിക്കുകയും അത് ഭഗവാന് നല്ലവണ്ണം എന്തൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കൊടുക്കുക. ആ ഒരു ശ്രദ്ധയും ഭക്തിയും വേണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് വരും? ശ്രദ്ധയോടും കൂടെ വാരി വെള്ളമെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയമാണ് ഭഗവാന്. അതാണ് പറയുന്നത്. ഗന്ധ പുഷ്പാക്ഷത ഭക്ഷ്യ ഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനോട്. അല്ലാതെ വെള്ളമാണെങ്കിൽ പോലും ഇങ്ങനെയാ. അല്ലാതെ ഭഗവാന് അടയോ മലരോ പഴമോ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളൊക്കെ കൊടുത്താൽ പിന്നെ പറയണോ? അത്രമാത്രം ഭഗവാൻ ഇഷ്ടമാണെന്ന്, അതിപ്രിയമാണ് ഞാനിടോ. വസ്ത്രാദിന കുശാദ്യങ്ങളാൽ ആസനം ഉത്തമമായത് കൽപ്പിച്ചു കൊള്ളണം. ഇരിപ്പിടമൊക്കെ വൃത്തിയാക്കണം. ആസനം എന്തിട്ടാണ്? വസ്ത്രങ്ങളോ പുല്ലുകളോ അങ്ങനെയുള്ളത്. ദേവസ്യസൻ മുഖേ ശാന്തനായി ചെന്നിരുന്ന ആവർമുത ലിപിന്യാസം കഴിക്കണം. ഇത് ക്രിയാമാർഗത്തെ പറ്റി ലക്ഷ്മണൻ പറഞ്ഞത് നമുക്കത് പഠിക്കണമെന്നില്ല, വായിച്ചു പോകാം. ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമ മൂർത്തി പഞ്ചന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്ത് സാധനം തരുടെ മുമ്പിൽ വാമേ കലശവും വെച്ച്, മുമ്പിൽ കലശമൊക്കെ വെച്ച് ദക്ഷിണഭാഗേ മുമ്പിൽ വാമഭാഗേ. ഇത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എൻ്റെ വലത്ത് ഭാഗം ഇതാണ്, ഇതെൻ്റെ വലത്തെ കൈ. ഇങ്ങനെ എടുക്കുമ്പോൾ ക്യാമറയിൽ അങ്ങനെ വരത്തുള്ളൂ.
അപ്പോൾ ഇത് വലത്തെ കൈയാണ്, ഇത് ഇടത്ത്. അപ്പം ഇടത്ത് ഇതാണ്. അപ്പം വാമഭാഗേ കലശം വെക്കണം. വെള്ളം കിണ്ടിയാണെന്ന് തോന്നുന്നു. തന്നുടെ മുമ്പിൽ, അത് നമ്മുടെ മുമ്പിൽ വാമയെ കലശം വച്ച് ദക്ഷിണ വലത്ത് ഭാഗെ കുസുമാദികളെല്ലാം അക്ഷത ഭക്തിദേവ സംഭരിച്ച് ഇടണം. പൂർണ്ണ ഭക്തിയോടുകൂടി ഇതെല്ലാം വെക്കണം. അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധുപർക്ക അർത്ഥം ആചമനാർത്ഥം ഇങ്ങനെ പാത്ര ചതുഷ്ടയവും വച്ചുകൊള്ളണം. അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധുപർക്ക അർത്ഥ ആചമനാർത്ഥം എന്നിങ്ങനെ പാത്ര ചതുഷ്ടയവും വച്ചുകൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ. മൽക്കലാം ജീവസഞ്ചാം ജീവസംജ്ഞാം തടിതുജ്വലാം കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. മൽക്കലാം ജീവസഞ്ജ എന്താണ്? മിന്നൽ പോലെ ശോഭിക്കുന്നതും പിന്നെ ജീവനെന്ന് പേരുള്ളതുമായ എൻ്റെ കലയെ നമ്മുടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മിന്നൽ പോലെ ശോഭിക്കുന്ന മൽക്കലാം ജീവസഞ്ജാം തടിതുജ്വലം, തടി നമ്മുടെ ഇത് ഉജ്ജ്വലിക്കുകയാണ്. നമ്മുടെ ആ പ്രാർത്ഥനയിൽ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിലേക്ക് വെച്ച് പൂജിക്കുമ്പോൾ നമ്മൾ അത്രമാത്രം പ്രകാശിതരാകും. ഈ തടിയൊക്കെ ജ്വലിക്കാൻ നമ്മൾ നല്ല ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ കിടപ്പുണ്ട്. നമ്മുടെ തടിയൊക്കെ തീ അഗ്നിയാണെന്ന് തോന്നുന്നു. അത് തിളക്കം എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ നിറം ഉണ്ടെന്നല്ല, അത് തിളങ്ങുമെന്നാണ് പറയുന്നത്. ആ ശരീരം അത്രമാത്രം മൽക്കലാം ജീവസഞ്ജാം തടിതുജ്വലാം കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹം അഖിലം തയാ വ്യാപ്തമെന്ന് ഉറയ്ക്കണം ഇളക്കവും കൂടാതെ. ഈ സ്വദേഹം, ഈ ദേഹം അഖിലവും തയാ വ്യാപ്തം, ഇതെല്ലാം വ്യാപ്തമായി ഇങ്ങനെ ഉറയ്ക്കണം. ഒരു ഇളക്കവും വന്നുകൂടാതെ. നമ്മളെ ഇങ്ങനെ ആ പരമാത്മ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വ്യാപ്തം മൊത്തവും നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണെന്നാണ് തോന്നുന്നത്. കാരണം ഭക്തി വരുമ്പോൾ അതാണല്ലോ അനുഭവങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്കിതിൻ്റെ അർത്ഥം അറിയില്ല. ആവഹയേൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്കുക കേവലം. എൻ്റെ കലയെ പ്രതിമ തുടങ്ങിയവയെ ആവാഹിക്കുക. അപ്പം ആവാഹിക്കുന്ന നമുക്ക് അങ്ങനെ ആകാതെ ഒരാൾ ആവാഹിച്ച് വെക്കാറില്ല. ഒരു പ്രതിമയിൽ ഇപ്പോൾ അമ്പലത്തിൽ തന്നെ തിരുമേനിമാർ അത്രമാത്രം ജ്ഞാനമുള്ളവരാണ് ഇങ്ങനെ ആവാഹിച്ച് ആ പ്രതിമയിലോട്ട് ശക്തിയെ കടത്തി വെക്കുന്നത്, ഈശ്വരശക്തിയെ. അപ്പോൾ അത്രമാത്രം ആ ജ്ഞാനി ആയിരിക്കണം ഈ ചെയ്യുന്ന പൂജാരി. അത് അത്ര ആയ ഒരാളായിരിക്കണം, എന്നാലേ ആ ശക്തി അങ്ങോട്ട് ആവാഹിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് ദേവസ്വരൂപമായി ധ്യാനിക്കുക കേവലം. അങ്ങനെ നമുക്ക് വേണമെങ്കിലും അങ്ങനെ ആകാം. നമ്മൾ അങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തിപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഗ്രഹത്തിന് ആ ശക്തി ഉണ്ട് താനും. അത് അമ്പലത്തിൽ നിന്നല്ല, നമ്മുടെ വീട്ടിലൊന്നുണ്ട്. എപ്പോഴും ഭഗവാൻ എന്നുള്ള ചിന്തയിലും അങ്ങനെയല്ലേ നമ്മൾ കാണുന്ന ഒരു വിഗ്രഹത്തെ. അപ്പോൾ നമുക്ക് വേണ്ടുന്നതെല്ലാം ആ ഭഗവാനോട് പറയുമ്പം ഒറിജിനലായിട്ട് തന്നെ നമുക്ക് തോന്നിക്കുന്നത് അതിൽ ആ അനുഭവം ഉണ്ട്. അങ്ങനെ ദേവസ്വരൂപമായി ധ്യാനിക്കുക കേവലം. ഈ പ്രതിമയെ ഭഗവാനായി കാണുക. പാദ്യവും അർഘ്യം തഥാ മധുപർക്കം ഇത്യാദി പുനഃസ്നാന വസ്ത്രവിഭൂഷണ എത്രയും ഉണ്ടുള്ളത് ഉപചാരം എന്നാൽ അത് അത്രയും കൊള്ളാം എനിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയാ പാദ്യ അർഘ്യം ഭഗവാന്റെ പാദത്തിലും എല്ലാം, തഥാ മധുപർക്കങ്ങൾ, ഇതെന്തൊക്കെ നമുക്ക് പുനഃസ്നാന വസ്ത്രവിഭൂഷണമൊക്കെ എന്തെല്ലാം ഭഗവാന് വേണ്ടി ഒരുക്കാം. അതെല്ലാം ഭഗവാൻ സന്തോഷമാണ്. ഉപചാരം എന്തെല്ലാം നമ്മൾ ഉപചാരം ചെയ്യാം അത്രയും കൊള്ളാം എനിക്കെന്നതേ ഉള്ളൂ. ഭഗവാൻ അങ്ങനെ തന്നെയാണ്. ആഗമോക്ത പ്രകാരേണ നീരാജനേർ എന്ന് വെച്ചാൽ ശാസ്ത്രവിധി അനുസരിച്ച് ദീപം ഒഴിയലൊക്കെ അതൊക്കെ ഇന്നത് മുമ്പേ ചെയ്യേണ്ടതുണ്ട്. അതാണ് അതായത് ജലം ഗന്ധം പുഷ്പ ജലഗന്ധ പുഷ്പ ധൂപ ദീപം. പഞ്ചലങ്കാര പൂജ തന്നെ ആദ്യമേ ജലമാണ് ഭഗവാന് അർച്ചിക്കേണ്ടത്. പുഷ്പം എടുത്ത് ജലത്തിൽ കെണ്ടിയിൽ മുക്കിയിട്ട് ജലം സമർപ്പയാമി. ജലഗന്ധം ചന്ദനം, പിന്നെ രണ്ടാം ചന്ദനം സമർപ്പയാമി. പുഷ്പം എടുത്തിട്ട് പുഷ്പമൊക്കെ നല്ല വെള്ളം കൊടുത്ത് വൃത്തിയാക്കി വെച്ചേക്കുന്നത്. പുഷ്പം ആർക്കാ? ഭഗവാന്, പരമാത്മാവായ ഭഗവാനെങ്കിൽ അങ്ങനെ, ഗണപതി ഭഗവാൻ എന്ന് വെച്ചാൽ അങ്ങനെ, ദേവിക്കെങ്കിൽ അങ്ങനെ. അത് പറഞ്ഞിട്ട് ഭഗവാനെ അമ്മേ ദേവി പുഷ്പം സമർപ്പയാമേ. അപ്പം മുറ പോലെ ചെയ്യേണ്ടത് ആദ്യം ഗണപതി ഭഗവാന്, പിന്നെ സരസ്വതി, ഇങ്ങനെ പോകേണ്ടത്. ഇതൊക്കെയാണ് ആചാരം. അതാണ് ഇത് തോന്നുന്നു ഇങ്ങനെ ആഗമോക്ത പ്രകാരം, അതായത് ശാസ്ത്രവിധി അനുസരിച്ചാണ് ചെയ്യേണ്ടത്. എൻ്റെ അച്ഛൻ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നത് കുട്ടിനാളിലല്ലേ. അപ്പോൾ ആദ്യമേ ജലം, പിന്നെ ഗന്ധം, പുഷ്പം, ധൂപം, അത് ചന്ദനത്തിലിട്ട പുക, പിന്നെ ഒരു വാലുപോലെ ഇത് വിളക്കിനകത്ത് ഒരു ദീപം വെച്ചിങ്ങനെ ദീപം സമർപ്പയാമി. ഇങ്ങനെ അത് അച്ഛനൊക്കെ ഇങ്ങനെ അച്ഛനെ തന്നെ ഇതൊക്കെ പൂജിക്കും. അതൊന്നും നമ്മളങ്ങനെ ചെയ്യണ്ടല്ലോ. അതൊന്നും അന്ന് നമ്മളൊന്നും അതിനുള്ള ആളായിട്ടില്ല, ഇന്നും അതില്ല. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഒരാളായിരുന്നു. അങ്ങനെ ഇതൊക്കെ ശാസ്ത്രവിധി അനുസരിച്ച്, അല്ല മുമ്പേ പുഷ്പം എടുത്തിടുകയോ അതല്ലെങ്കിൽ അതൊന്നും അല്ല. ഇതൊക്കെ ഇങ്ങനെ ഉണ്ട്. അതനുസരിച്ച് വഴിയാണ് വെക്കുന്നത്. ജലം വെച്ചിട്ട് അടുത്തത് ഗന്ധ പുഷ്പ ധൂപ ദീപം, ഇങ്ങനെ വഴിയാണ് വയ്ക്കുക. അപ്പോൾ നമുക്ക് അത് ഓരോന്നോരോന്ന് മുറയ്ക്ക് എടുത്ത് പൂജിക്കുകയും ചെയ്യാം. അതാണ് ആഗമോക്ത പ്രകാരം നീരാജനയിൽ
ധൂപദീപൈർ നിവേദ്യർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യം അർച്ചിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും പൂജിക്കുമാ അറിയ നീ. അങ്ങനെ നമ്മൾ ശ്രദ്ധയും ഭക്തിയോടും കൂടി കൊടുത്താൽ ഭഗവാനും ശ്രദ്ധയോടുകൂടി തന്നെ പൂജിക്കും ഭക്ഷിക്കും അറിയ നീ. ഹോമ അഗസ്ത്യോക്ത മാർഗ കുണ്ടാനലെ മൂലമന്ത്രം കൊണ്ടും ചെയ്യാം അതെന്നിയേ. അത് മൂലമന്ത്രം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തൊരു മന്ത്രമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളൊക്കെ ഒന്നും ചൊല്ലുന്നത് വല്ലതും ആണോന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ചൊല്ലുന്നതായാൽ പോലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനൊന്നും വഴി ഇന്നതാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം മൂലമന്ത്രം കൊണ്ട് ചെയ്യാം അതെന്നിയേ. അതല്ലെങ്കിൽ ഭക്തിയ പുരുഷ സൂക്തം കൊണ്ട് പാമിടും. പുരുഷ സൂക്തം ചൊല്ലുമല്ലോ, അത് ആരാ? നമ്മൾ ഭാഗവത്തിൽ വായിച്ചതല്ലേ, ബ്രഹ്മാവ് ഈ ഭഗവാനെ അവതരിക്കണമെന്ന് പറയാൻ ചെന്നല്ലോ ഭൂമിദേവി എല്ലാവരും കൂടെ. അപ്പോൾ പുരുഷ സൂക്തം കൊണ്ട് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അവിടെ 1000 എത്രയോ സൂര്യൻ ഉദിച്ച പ്രഭയോടി അവിടെ പ്രത്യക്ഷപ്പെട്ടെന്ന് നമ്മൾ വായിച്ചല്ലോ. അന്ന് ബ്രഹ്മാവ് ചൊല്ലുക പുരുഷ സൂക്തം, അതെന്തെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പുരുഷ സൂക്തം കൊണ്ട് വാമിടോ ചിത്തതാര്യങ്ങൾ നിനയ്ക്ക കുമാരൻ, നീ എല്ലാം നിൻ്റെ മനസ്സിൽ ഇത് മനസ്സിലാക്കൂ. ഇതാണ് സംഭവം. ഔപാസനാഗ്നൗ ചരുണ ഹവിഷാധ എന്ന് വെച്ചാൽ പിന്നെ ഉപാസന നടത്തേണ്ടുന്ന അഗ്നിയിൽ ഉപാസന അഗ്നൗ ചരുണ, അത് ചോറ്, പാലിൽ വേവിച്ച അരി കൊണ്ടോ യവം കൊണ്ടോ വേവിക്കുന്ന ചോറ്. ഹവിഷാധ അത് ഹോമദ്രവ്യങ്ങൾ നെയ്യ് തുടങ്ങിയവയാണ് ഹവിസ് എന്ന് പറയുന്നത്. സോപാധീന ചെയ്യ ഹോമം മഹാമതേ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തപ്തജാമ്പൂനത പ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദിഭക്തിയാ ബുധോത്തമൻ. പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയേൻ മന്ത്രവൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി ഭക്തവാസം നാഗവല്ലി ദലാദിയും. ഇതെല്ലാം ചെയ്തിട്ട് അതിനുശേഷം സമാപയൻ മന്ത്രവൽ ഭക്ത്യ ജപിച്ച് മാം, എന്നിട്ട് എന്നെ ധ്യാനിച്ച് ഭഗവാനാണ് ഭഗവാനെ ഇതെല്ലാം ചെയ്ത് ധ്യാനിച്ചിട്ട് മൗനിയായി മിണ്ടാതെ ഭക്തവാസം നാഗവല്ലി ദലാതി, അതായത് വെറ്റില മുറുക്കുന്നത്, അതും വായ്ക്ക് സുഗന്ധം ഉണ്ടാകുന്നതിന് വെറ്റില മുതലായത് വയ്ക്കുക. ദത്വാമദഗ്രേ മഹാപ്രീതിപൂർവകം നൃത്തഗീത സ്തുതി പാഠാദിയും ചെയ്ത് പിന്നെ ഭക്തിയാ ഭഗവാൻ അത്ര ഇതെല്ലാം ചെയ്യുമ്പോൾ ഭഗവാൻ എല്ലാം ഭക്ഷിച്ചിട്ട് സുഖമായിട്ട് വിശ്രമിക്കുമ്പോൾ മുറുക്കിക്കൊണ്ടിരിക്കുകയല്ലേ സങ്കല്പം. അപ്പോഴെന്ത് ചെയ്യണം? ഭഗവാനെ നൃത്തവും ഗീതവും സ്തുതിയും എല്ലാം ചെയ്തും കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കണം. ഭഗവാൻ വിശ്രമിക്കാനൊക്കെ ഇങ്ങനെ. അപ്പം നമുക്ക് ഭഗവാൻ എത്രത്തോളം പ്രാർത്ഥിക്കാം, സ്തുതിക്കാം, നൃത്തം ചെയ്യാം, എല്ലാം ചെയ്യാം. എന്നിട്ട് നൃത്തഗീത സ്തുതി പാഠാദിയും ചെയ്ത് അമ്പുജെ നമസ്കാരവും ചെയ്തുടൻ ഭഗവാന്റെ പാദത്ത് നമസ്കരിച്ച് ചേതസിമാ ഉറപ്പിച്ച് വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാകെ നിധായാനന്ദപൂർവകം രക്ഷമാഘോര സംസാരാതി മുഹുരക്കുത നമസ്കാരവും ചെയ്ത് അനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യേകം മഹസിങ്കിൽ ഇത്തം ദിനം അനുപൂജിക്ക മത്സഖി. ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഈ വയ്ക്കുന്ന വിളക്കൊക്കെ ഒന്ന് നീക്കും. എന്തിനാ? ഉദ്വസിപ്പിക്കുക. എന്നിട്ട് വെള്ളം കുടയും. അങ്ങനെ ഇങ്ങനെ പ്രത്യേകം മഹസിങ്കിൽ ജീവാത്മാവിങ്കിൽ ഇത്തം ദിനം ഇങ്ങനെ പൂജിക്കുക. മത്സഖേ, എൻ്റെ സഖേ, സുഹൃത്തെ ലക്ഷ്മണ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുത നിത്യം ഏവം ക്രിയായോഗ അനുഷ്ഠിക്കൽ. ഇങ്ങനെയുള്ളൊരു ഭക്തിയുക്തനായുള്ളൊരു ഒരു മനുഷ്യൻ, ഒരു നരൻ, അതാ നിത്യം ഏവം ക്രിയായോഗ അനുഷ്ഠിക്കൽ ദേഹനാശേ മമ സാരൂപ്യം വരും. നമ്മുടെ ദേഹം നശിക്കുമ്പോൾ ഭഗവാൻ ഭഗവാന്റെ രൂപമായി ഭഗവാനെ പോലെ ആകാം. സാരൂപ്യം വരും. ഐഹിക സൗഖ്യങ്ങൾ എന്ത് ചൊല്ലണമോ, ഈ ലോക ചിന്തയിൽ എന്താ നമുക്ക് വേണ്ട, എന്തും നമുക്കുണ്ടാകും. എന്തും നമുക്ക് എന്താ കിട്ടേണ്ട എല്ലാം സർവം വന്നിരിക്കും. അത് എന്ത് പറയാനാ? ഇത്തമയോക്തം ക്രിയായോഗം ഉത്തമം ഭക്രിയ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ നിത്യ പൂജ ഫലമുണ്ടവനെന്നത്. ഇങ്ങനെ ചെയ്യുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആ ഭക്തി വർദ്ധിക്കുമ്പോൾ എന്ത് വരും? നിത്യപൂജ ഫലമുണ്ടവനെന്നതും. നമ്മളിത് കേട്ടാലും മതി. ഇതൊക്കെ ഇങ്ങനെ ഒന്ന് വായിച്ചോ, ഇങ്ങനെയാണല്ലോ ഭഗവാൻ ഈ പൂജയൊക്കെ നമുക്ക് പറ്റുന്നില്ലല്ലോ, അത് മനസ്സ് മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഇത്തമയോക്ത ക്രിയായോഗം ഉത്തമം. ഇത് ഭക്തിയാ നമ്മളിത് ഇതൊക്കെ വായിച്ച് ഇതിങ്ങനെ പഠിച്ചും പിന്നെ ഇത് കേട്ടും ചെയ്യിലോ നിത്യപൂജാഫലം ഉണ്ടവനെന്നത്. അതാണ് മാനസപൂജ പോലെ. നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചൊരു പൂജയുണ്ട്, മാനസപൂജ. അതുപോലെ നമ്മളിത് എന്നും കേൾക്കുകയും ഇങ്ങനെയാണ് ലക്ഷ്മണൻ ഇതൊക്കെ ഭഗവാൻ കൊടുത്തത്,
ഭഗവാനെ എനിക്കിതിന് യോഗമില്ലല്ലോ, നമ്മൾ ഇതൊക്കെ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഭഗവാനെ എന്ന് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തതിന് തുല്യമാകുമെന്നാണ് പറയുന്നത്. അതിൽ ഇതൊക്കെ വായിക്കണമെന്ന് പറയുന്നത്. വായിക്കുകയും ഭക്തി വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും സാരൂപ്യമുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഇത് പഠിച്ചെന്ന് വരത്തില്ലല്ലോ, അതുകൊണ്ട് ഭക്തി മതി. ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ഭഗവാനെ ഞാനും ഇതുപോലെയൊക്കെ ചെയ്യുന്നേ എന്ന് പറയണം. നമ്മളെല്ലാം ഒക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജലമോ പുഷ്പമോ ഒരു പഴമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വെറും പുഷ്പവും തുളസിയും വെള്ളവും ആയാലും മതി. അല്ലെങ്കിൽ തുളസിയും മുറ്റത്തില്ലയോ, പക്ഷെ അത് വൃത്തിയുള്ളതായിരിക്കണം. ഇതൊക്കെ വെറുതെ കുട്ടികൾ അങ്ങോട്ട് ചെല്ലും ഒന്ന് പിച്ചും അത് എന്തുണ്ടെന്നോ അതിൽ ചില വലകളുണ്ട്, ചിലന്തി വല, ഇതൊക്കെ കാണും. ഇത് നോക്കാതെ എടുക്കാതെ ഒരു വെള്ളത്തിലോട്ടൊരു പുഷ്പം അങ്ങ് പിച്ചുക അങ്ങിടുക ആക്കോ. അത് ദൈവം കുടിക്കുന്നൊന്നും അല്ലല്ലോ, കൊടുക്കുന്ന എന്തോ കൃത്യം നടത്തുക. ദൈവം കുടിക്കാനൊന്നും അല്ല കുടിക്കാനല്ലാത്ത രീതിയിൽ അവർ ചെയ്യുന്നത്. കാരണം കുട്ടികൾക്കൊട്ട് അറിയത്തില്ല. അത് വിളക്കത്തിയും വെള്ളം വെക്കണം, അത്രേ അറിയാവൂ. പക്ഷെ നമ്മൾ വൃത്തിയാവണം. ഭഗവാന് ഭക്തിയോട് ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമ്പോൾ ഭഗവാനത് കഴിച്ചോളുമല്ലോ. നമ്മുടെ സങ്കല്പം അങ്ങനെ അതല്ലേ നല്ലത്. അപ്പോൾ നമ്മൾ അത്രമാത്രം കുളിച്ച് ശുദ്ധമായി പുഷ്പത്തിൽ നോക്കണം. കിണ്ടിയും വെള്ളം വൃത്തിയായിരിക്കണം, നല്ല ശുദ്ധവെള്ളമായിരിക്കണം. ഇത് ശ്രദ്ധ. അപ്പം ഇങ്ങനെ ചെയ്താൽ കേൾക്കണം ചെയ്യില്ലോ നിത്യപൂജ ഫലം ഉണ്ടവനെന്നതും. അപ്പം നിത്യമേ പൂജിക്കുന്ന ഫലവും നമുക്ക് കിട്ടും. ഭക്തപ്രിയൻ അരുൾ ചെയ്താൽ അത് നേരം ശേഷാംശ ജാതന ലക്ഷ്മണൻ തന്നോട് അശേഷം ഇത് അരുൾ ചെയ്തവർ അനന്തരം ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് മായാമയനായ നാരായണൻ പരൻ മായാ അവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. അങ്ങനെ പിന്നെ ദുഃഖം തുടങ്ങി. മായാമയനാണല്ലോ ഭഗവാൻ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജനിക്കുകയോ ഭഗവാൻ അവതരിച്ച് നമ്മൾ ജനിച്ചാലും നമുക്ക് മായ വരും. അത് ഇടയ്ക്കിടയ്ക്ക് അത് വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എല്ലാം തിരിച്ച് വല്ല വനത്തിലാണ് പോയിരിക്കണം. ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ തന്നെ ഇത്രയും പ്രളയം അവിടെയൊക്കെ എന്തെല്ലാം സംഭവിച്ചു നമുക്ക് അയ്യോ ഭഗവാനെ എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അത്രമാത്രം ദുഃഖങ്ങൾ നമുക്ക് ഉണ്ടാവുന്നില്ലേ. മനുഷ്യ സ്വഭാവം അങ്ങനെയല്ലേ, എല്ലാം ത്യജിക്കണം. ദുഃഖത്തിലും സുഖത്തിലും ഇതെടുത്ത് പറഞ്ഞാലും ചില സമയത്ത് നമുക്ക് ആ മായ വന്നങ്ങ് ചേരും. അപ്പോൾ നമ്മൾ അയ്യോ ഭഗവാനെ ഇത്രയും സംഭവം ആയല്ലോ എന്ന് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ ഒരു സന്യാസിക്ക് എന്ത് വന്നാലും സമദൃഷ്ടിയാകണം. ദുഃഖം അതെല്ലാം ഈ ലോകത്തുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഒരു ഇത് നമ്മുടെ ഉള്ളിൽ ആയി വരണം. അങ്ങനെ ആയാലും ഈ മായ വന്ന് ചില സമയത്ത് നമ്മളെ മാറ്റും. അത് നമ്മൾ അതിലോട്ട് ശ്രദ്ധിക്കേണ്ടി വന്നു പോകും. അതുപോലെ ഭഗവാൻ എന്ത് വന്നു, സീതയെ പറ്റി ചിന്തിച്ചു പോയി. അതാണ് ഞാൻ പറഞ്ഞത്. എത്രയൊക്കെയാലും ചില സമയത്ത് ആ സന്ദർഭം അങ്ങനെ വരാം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ മായ അവലംബ്യ ദുഃഖം തുടങ്ങി. ഇത്രയെല്ലാം ഉപദേശങ്ങൾ ലക്ഷ്മണന് കൊടുത്തിട്ട് ഭഗവാനോടിനെ അയ്യോ സീതയെ എന്ന് ചിന്തിച്ചു. അപ്പോൾ ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജഗന്മോഹിനി നാഥേ മമ പ്രിയേ ഏവമാദ്യ പ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനും വരാതെ ചമഞ്ഞിതോ. നിദ്ര പോലും വരുന്നില്ല. എത്രയായാലും പരാശക്തിയായിരിക്കുന്ന അതിലിരിക്കുന്ന ആ മഹാദേവി അവിടെ മറിഞ്ഞു നിൽപ്പുണ്ടെങ്കിലും ഇത് ദേവിയുടെ ഇതല്ലയോ, ആ ദേവിയുടെ വസിക്കുന്ന ദേഹമല്ലേ, ക്ഷേത്രമല്ലേ സീത. അപ്പോൾ അതിനെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കൂ. സൗമ്യത്തിനുடைய വാക്യ അമൃതം കൊണ്ട് സൗമുഖ്യമോടും മരുവും ചില നേരം ഉറക്കം വരത്തില്ല ശ്രീരാമന്. പക്ഷേ ചില നേരത്ത് ലക്ഷ്മണൻ്റെ നല്ല നല്ല വാക്കുകളൊക്കെ ഉപദേശമല്ല, ഭഗവാനെ ഉപദേശിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ സന്തോഷകരമായ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞും കേട്ടിരിക്കുമ്പോൾ ഭഗവാന്റെ കുറച്ച് വിഷമങ്ങളൊക്കെ മാറും. ഹനുമൽ സുഗ്രീവ സംഭാഷണം. ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങ് കിഷ്കിന്ധാപുരത്തെങ്കിൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം. സുഗ്രീവനോട് ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നു, കേൾക്ക കവീന്ദ്ര, നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. ഞാൻ പറയുന്നത് നീ കേൾക്കൂ. നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ, ഭഗവാൻ രഘുത്തമൻ നിന്നുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി. മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ, ഈ ഭഗവാൻ സത്യം പാലിച്ചു. പുരുഷന്മാർ ഉത്തമനാണ് ആ ഭഗവാൻ. നിന്റെ കാര്യങ്ങളെല്ലാം നിന്റെ ഇദ്ദേഹം മന്ത്രിയാണ്, രാജാവാണ് സുഗ്രീവൻ. അപ്പോൾ സുഗ്രീവൻ്റെ കാര്യങ്ങളെല്ലാം ഭഗവാൻ സാധിച്ചു. പിന്നെ നീയോ നിരൂപിപ്പിലേതുമേ നിരൂപിപ്പിയിലതേതും എന്ന് എന്നോട് മനസ്സേ തോന്നുന്നത്. ഇന്നഹോ നീ മറ്റൊന്നും ചെയ്തു കൊടുക്കുന്നില്ല, എൻ്റെ മനസ്സങ്ങനെ തോന്നുന്നു. നീ എന്താ മറന്നുപോയോ? ശ്രീരാമനോട് പറഞ്ഞ വാക്കുകൾ അതാണ്. മനസ്സേ എൻ്റെ മനസ്സിൽ തോന്നുന്നു. ഇന്നഹോ ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ. ബാലി മഹാബലവാനാണ്, കവിപുങ്കവനാണ്, ആ ത്രൈലോക്യത്തിൽ എല്ലാവർക്കും സമ്മതമാണ്, ദേവരാജാത്മജനാണ്. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ. ബലാലാണ് അത് മരിച്ചേക്കുന്നത്. അത്രമാത്രം ബലവാനായിരുന്നു ഈ ബാലി. മുന്നമേ കാര്യം വരുത്തി കൊടുത്തത്, രാജാഭിഷേകം ചെയ്തു. അപ്പോൾ മുന്നമേ തന്നെ ബാലിൻ്റെ കാര്യം
എല്ലാം തീർത്ത് ശത്രുത്വമെല്ലാം മാറ്റം വധിച്ചു കളഞ്ഞു. അപ്പോൾ അത് ഭഗവാൻ ചെയ്തു. ആ പറഞ്ഞ വാക്ക് അത് പാലിച്ചു. പിന്നെയോ രാജ്യ അഭിഷേകവും ചെയ്തു. സുഗ്രീവന് അഭിഷേകം ചെയ്യാൻ അതും ചെയ്തു. പൂജ്യനായി മഹാജനങ്ങളുടെ പൂജ്യനായി രാജാവായി. താരയുമായി ഇരുന്നിടുന്നു നീ. അപ്പോൾ ഈ ഭാര്യ താരയുമായി നീ ഇരുന്നിടുന്നു. എത്ര നാളുണ്ട് ഇരിപ്പ് ഇങ്ങനെ എന്നത്? ഇത് എത്ര നാൾ തുടങ്ങിയതായി ഈ ഇരിപ്പ്? 4 മാസം എന്നല്ലേ ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞേക്കുന്നത്? ഇന്ന് മുതൽ, അതായത് അഭിഷേകത്തിന് അന്ന് മുതൽ 4 മാസം നീ അവിടെ സുഖമായി ഭാര്യാപുത്രനായിട്ട് കഴിയൂ. വർഷം കഴിഞ്ഞിട്ട് എനിക്ക് സീതയ്ക്ക് വേണ്ടി തിരയണം എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ മതിയോ? എത്ര നാളുണ്ട് ഇരിപ്പിന് ഇങ്ങനെ എന്നതും ചിത്തത്തിലുണ്ട് തോന്നുന്നു ധരിക്ക നീ. അദ്യവാ ശോവാ പരശോധവാ തവ. അതായത് ഇന്നോ നാളെയോ മറ്റുള്ള നിനക്ക് ബാല്യെ പോലെ തന്നെ അവസ്ഥ. അതുകൊണ്ട് മൃത്യു ഭവിക്കും. അതിനുള്ള സമയം ഒരു കാരണവശാലും നിനക്ക് മേലോട്ട് പോകാനുള്ള ഒരു യോഗം കാണുന്നത് നിനക്ക് സംഭവിക്കും. ഇന്നോ നാളെയോ മറ്റന്നാളോ നിന്നെ വധിച്ചിരിക്കും ശ്രീരാമൻ. കാരണം ശ്രീരാമൻ എല്ലാ കാര്യവും നിറവേറ്റി കൊടുത്തു. സുഖമായി പേടിയില്ലാതെ ശത്രുവിനെയൊക്കെ ഹരിച്ചപ്പോൾ പേടിയില്ലാതെ സുഗ്രീവൻ കഴിയുന്നു. മറ്റത് ഒളിയാൽ എവിടെയോ കുന്നിൻ്റെ മുകളിലായിരുന്നല്ലോ, പർവ്വതത്തിൽ ആരും കാണാതെ, ഭാര്യ കാണാതെ. അപ്പോൾ ഇപ്പോൾ പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജസോദരൻ തന്നോട് ഉർവീശ്വരൻ പരിതാപേന വാഴുന്നു. അപ്പോൾ നീ പ്രത്യുപകാരം തിരിച്ച് പറഞ്ഞ വാക്ക് നീ പാലിക്കുന്നില്ല. അത് അങ്ങനെ മറക്കുവാണ് നീ. ആ മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല, ചത്തതുപോലെ തന്നെ. അതുകൊണ്ട് ഈ പർവ്വതത്തിൻ്റെ അഗ്രത്തിൽ കൊടുമുടിയുടെ മണ്ടയിൽ നിജ സോദരൻ തന്നോട് ഉർവീശ്വരൻ പരിതാപേന വാഴുന്നു, വിഷമത്തോടുകൂടി അവിടെ കഴിയുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും നിന്നെ കൊണ്ട് പറഞ്ഞ സമയം 4 മാസം എന്ന് പറഞ്ഞ സമയവും വന്ന് അതും നീയോ ധരിച്ചതില്ലേതും അതെല്ലാം വന്നു കഴിഞ്ഞു. നീ അത് ഓർത്തില്ല, ധരിച്ചില്ല. വാനരഭാവേന മാനിനീ സക്കതനായി പാനവം ചെയ്തു മതിമറന്ന അനുഭവം. നീ വാനരഭാവേന കുരങ്ങൻ്റെ ഭാവത്തോടുകൂടി ചിന്തിക്കാതെ മാനിനീ സക്തനായി, അതായത് ഇങ്ങനെ ഈ സ്ത്രീ സക്തനായി, ഭാര്യ സക്തനായി, കാരണം കുറച്ച് നാൾ ഭാര്യ ഇല്ല കഴിഞ്ഞില്ലയോ, അങ്ങനെ സക്തനായി പാനവം ചെയ്ത് എന്താ മദ്യമൊക്കെ ഒടിച്ച് മതിമറന്ന് അന്യൂഹം രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ നീ രായും പകലും അറിയാതെ നീ ഇവിടെ കഴിയുന്ന നിന്റെ ഈ കോപ്പുകൾ കൊള്ളാം, നല്ലത് തന്നെ. അഗ്രജനായ ശക്രാത്മനെ പോലെ, അതിൻ്റെ ജ്യേഷ്ഠനാണ് അഗ്രജൻ മൂത്തവനെ പോലെ, അതായത് ബാലിയെ പോലെ നിഗ്രഹിച്ചിടും ഭവാൻ ഈ നിർണയം. അപ്പം നിന്നെയും നിഗ്രഹിക്കും. ഈ ഭവാൻ എന്ന് പറയുന്നത് സുഗ്രീവനെ, അങ്ങനെ ഭാര്യയെ പോലെ ഭഗവാൻ നിന്നെയും നിഗ്രഹിക്കും. അഞ്ജനാനന്ദനൻ തന്നോട് വാക്ക് കേട്ട് അഞ്ജസാ ഭീതനായ ഒരു സുഗ്രീവൻ. അപ്പോൾ ഭയമുണ്ടായി സുഗ്രീവന്. ശരിയാണല്ലോ എന്ന് ഉത്തരമായി അവൻ തന്നോട് ചൊല്ലിന. അപ്പോൾ ഹനുമാനോട് പറഞ്ഞു, സത്യമത്രേ നീ പറഞ്ഞത് നിർണയം. ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പ്രത്യീശൻ ആപത്തും എത്തുകയില്ലല്ലോ. ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പ്രത്യീശൻ ആപത്ത് എത്തുകയില്ലല്ലോ. ശത്രു എന്നോട് ആജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്ങിലേക്കും അയച്ചിടണം. ഈ തിരക്കാൻ ആളുകളെ വാനന്മാരെല്ലാം വരുത്തണ്ടേ, എത്രയോ 10,000 ഈ കുരങ്ങന്മാരെയൊക്കെ വരുത്തണം. അതിനു വേണ്ടി 10 ദിക്കിങ്ങിലേക്കും അയച്ചിടണം ശത്രു എന്നോട് ആജ്ഞയോടും. ഈ സുഗ്രീവൻ്റെ രാജാവല്ലേ, സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം ഹനുമാൻ എല്ലായിടത്തോട്ടും ആളുകളെ വിടണം, കുരങ്ങന്മാരെ വിടണം. സപ്തദ്വീപസ്ഥിതന്മാരായ വാനരിൽ സപ്തമന്മാരെ വരുത്തുവാനായി ദ്രുതം. സപ്തദ്വീപിൽ നിന്നെല്ലാം വാനരന്മാർ സപ്തമന്മാർ നല്ലവരായിട്ടുള്ളവരെ വരുത്തണം, പെട്ടെന്ന് തന്നെ വരുത്തണം, നല്ല കുരങ്ങന്മാരെ. നേരെ 10,000 കവിവീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും. 10,000 കവിവീരന്മാരെ പെട്ടെന്ന് തന്നെ സന്ദേശപത്രം കൊടുത്ത് വിടുക. പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം. പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസം കൂടും. പ്രഥമ, ദ്വിതീയ, തൃതീയ എന്ന് പറഞ്ഞത് വാവ് വരെ 15. അങ്ങനെ അത് ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു പക്ഷത്തിനുള്ളിൽ വരേണം. ഇവരെ പറഞ്ഞു വിട്ടാൽ അവർ 15 ദിവസത്തിനകം തിരിച്ചു വരണം കവികുലങ്ങൾ. പക്ഷം കഴിഞ്ഞു വരുന്നവനെന്നാകിലോ ബദ്ധൻ, അവൻ അതിനില്ലൊരു സംശയം, അവൻ മരിക്കണം. അങ്ങനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ എന്ത് വരും? ഇവർ പോയാൽ 4 മാസം കഴിഞ്ഞാൽ അവർ വരത്തില്ല. എവിടെയെങ്കിലും അങ്ങ് പോയി കണ്ണിലുമ്പടങ്ങ് പോയേക്കും. അതുകൊണ്ട് 15 ദിവസം അവർ വന്നിരിക്കണം. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ അഞ്ജനാപുത്രനോട് യുദ്ധം നിയോഗിച്ചു മഞ്ജുള മന്ദിരം ബുക്കിരുന്നിടെ ഞാൻ ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനര സത്തവന്മാരെയും. അതല്ല, അങ്ങനെ അനുസരിച്ച് പുത്രനും വാനര സത്തവന്മാരെയും 10 ദിക്കിനും അയച്ചാൻ. അഭിമത ദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം വായുവേഗ പ്രചാരണ കവികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാദി തൃപ്താത്മനമായ മനുഷ്യകാര്യാർത്ഥ അതിദ്രുതം. അങ്ങനെ അവരെയൊക്കെ പറഞ്ഞു വിട്ടു.
ഇനി ശ്രീരാമൻ്റെ താപമാണ് വിരഹതാപം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു. പർവ്വതത്തിന്റെ കൊടുമുടിയുടെ മണ്ടയിരുന്ന് ദുഃഖിച്ചിരിക്കുന്നു. ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധോ. അങ്ങനെ ശ്രീരാമൻ്റെ വിരഹതാപമാണ്. എവിടെ ഇരിക്കുക? ഈ പർവ്വതത്തിന്റെ മുകളിൽ. താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ, പാപം അയ്യോ മമ കാൺക കുമാരാ നീ, ജാനകി ദേവി മരിച്ചിതോ കുത്രച്ചിൽ മാനസ താപേന ജീവിച്ചിരിക്കയോ. നോക്ക് കുമാര ലക്ഷ്മണ, ജാനകി ദേവി കൂടെ ഇങ്ങനെ ഒരു വിഷമം വരും. ലക്ഷ്മണനാണ് എല്ലാം സമാധാനം കൊടുക്കുന്നത്. അതുകൊണ്ട് നോക്കൂ കുമാര, ജാനകിദേവി മരിച്ചതോ അതോ എവിടെയെങ്കിലും മനസ്സ് വിഷമിച്ച് ജീവിച്ചിരിക്കുന്നുണ്ടോ നിശ്ചയിച്ചേതും അറിഞ്ഞതും ഇല്ലല്ലോ. കച്ചിൽ പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നത് എന്ന് ചൊല്ലിയിടയിൽ ആരെങ്കിലും ഒരു പുരുഷൻ ഏതെങ്കിലും ഒരാൾ സന്തോഷമായിട്ട് എവിടെയെങ്കിലും എന്നോടൊന്ന് പറയണം, ഇന്നടത്ത് ഇന്നാരെ കണ്ടു എന്നൊന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നു എന്ന് ചൊല്ലിയിടുകിൽ കേവലം എത്രയും ഇഷ്ടനവൻ മമ, എനിക്ക് അത്രത്തോളം അവനോട് ഇഷ്ടമാകും. ഒരാളിങ്ങനെ ഒന്ന് പറയുന്ന ആളിനോട് സീത ഇങ്ങനെ ഇന്നടത്തുണ്ട് അവിടെ ഇരിപ്പുണ്ട് എന്നൊന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് പറയുന്ന ആളോട് അത്രമാത്രം ഇഷ്ടമാവും. എങ്ങാനും കൊണ്ടിരിക്കുന്നത് നാകിൽ ഞാൻ ബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകി ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസ കോപന നഷ്ടമാക്കിയിടുവൻ. രാവണന് വംശവും കൂടെ ഒടുക്കുന്നതുകൊണ്ടൊരു സംശയം ഏതും അതിനില്ല നിർണയം. ആരാണ് ഈ കൊണ്ടുപോകും? അവനെ ഞാൻ മൂടോടെ നശിപ്പിക്കും. എന്നെയും കാണാഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ ഇന്നിനി കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞത് കാരണം ചന്ദ്രനും ആദിത്യനെ പോലെ ആയതു. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്ന് മന്ദമന്ദം തലോടി തഥാ വന്നു തടവീടുക എന്നെയും സാധനം. അതായത് ചന്ദ്രമുഖം പോലിരിക്കുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് ചന്ദ്രനെ പോലുള്ള മുഖമുള്ളവളെ നീ എന്നെ പിരിഞ്ഞത് കാരണം ചന്ദ്രനും ആദിത്യനെ പോലെ ആയതു. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്ന് ചന്ദ്രൻ്റെ ശീതമാകുന്ന തണുപ്പിനോട് പറയുന്നു, ഈ സീതയെ ചെന്ന് മന്ദമന്ദം തലോടു തന്നെ അങ്ങ് പറയുന്നതാ. അത്രമാത്രം വിഷമം ഒന്നിച്ച് കാണാത്തോണ്ട് ഒന്ന് തടവിയിട്ടെങ്കിലും ആ ശീതം ഇവിടെ തിരിച്ചു വന്ന് എന്നെയും തടവുമെന്ന്. അതായത് ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്ന് സീതയെ ചെന്ന് മന്ദമന്ദം തലോടി തഥാ വന്ന് തടവിയിടുക എന്നെയും. അവിടെ ചെന്ന് ഈ ശീതാംശം ചെന്ന് തലോടിയിട്ട് ഒരു വായു തലോടിയിട്ട് അവിടുന്ന് ആ വായു വന്ന് ശ്രീരാമനെ തടവു. അപ്പം രണ്ടും ചേരുമല്ലോ. അവിടെ ചെന്ന് തടവിട്ട് ഉടനുമ്പം രണ്ടും ഒന്നാകുന്ന ഒരു അങ്ങനെ തോന്നല് ഭഗവാൻ അങ്ങനെ പറഞ്ഞു. ചന്ദ്രശീതാംശുക്കളാൽ അവളെ ചെന്ന് മന്ദം തലോടി തഥാ വന്ന് തടവിടുക എന്നെയും സാദരം. നിന്നുടെ ഗോത്രയല്ലോ ജനകജ, സുഗ്രീവനും ദയാഹീനനത്രേ തുലോം. സുഗ്രീവനും ദയയില്ലാത്തവനാണ്. ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ. ദുഃഖിച്ചിരിക്കുന്ന എന്നെ അവൻ മറന്നല്ലോ. അവൻ്റെ കാര്യമെല്ലാം സാധിപ്പിച്ചു കൊടുത്തു. പക്ഷേ ഇപ്പം ദയയില്ലാത്തവനായല്ലോ. ആരാ? സുഗ്രീവൻ. നിഷ്കണ്ഠം രാജ്യം ആശ ലഭിച്ചവൻ മൈക്കണ്യമാരോടുകൂടി ദിവാനിശം. അതായത് ഇവൻ്റെ ശത്രുക്കളെല്ലാം ഇല്ലാതാക്കി ഇപ്പം സുഖമായി അവന് രാജ്യം പാലിക്കാം. എന്നിട്ട് മൈക്കണ്യമാരോടുകൂടി ദിവാനിശ, അതായത് രാത്രിയും പകലും അവൻ മദ്യപിച്ച് മൈക്കണ്യമാരുമായിട്ട് സല്ലപിച്ചിരിക്കുന്നു. മൈക്കണ്ണിമാരോടുകൂടി ദിവാനിശം മദ്യപാന ആസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ. ലക്ഷ്മണ, അവൻ ഇങ്ങനെ കൃതജ്ഞനായിപ്പോയി. വന്നു ശരൽക്കാലം എന്നത് കണ്ട് അവൻ വന്നില്ലല്ലോ പറഞ്ഞ വണ്ണ സഖേ. ഇപ്പോൾ മഴയൊക്കെ മാറി ശരൽക്കാലം എന്നിട്ട് അവൻ വന്നില്ലല്ലോ, ഞാൻ പറഞ്ഞു വിട്ടെന്നൊക്കെ അവൻ ഒന്നും അനുസരിച്ചില്ലല്ലോ. അതുകൊണ്ട് അന്വേഷണം ചെയ്ത് സീതാ അധിവാസവും ഇന്നേടം എന്ന് അറിഞ്ഞിടുവാനായ അവൻ ഇന്ന സ്ഥലത്താണ് സീതയെന്ന് നോക്കി കണ്ടു പറയണം എന്ന് പറഞ്ഞിട്ട് അതും ചെയ്തില്ല. പൂർവോ ഉപകാരിയാ എന്നെ, ഞാൻ മുമ്പ് അവനെ ഇത്രയെല്ലാം ഉപകാരം ചെയ്തവനാണല്ലോ, ആ എന്നെ മറക്കയ എന്നെ മറന്നു. പൂർവൻ അവൻ കൃതജ്ഞന്മാരിൽ നിർണയം, അത്രമാത്രം നന്ദിയില്ലാത്തവനാണവൻ. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവൻ, ഓർക്ക നീ. ഇഷ്ടരായുള്ള ജനം, അപ്പം ശ്രീരാമൻ അത്രമാത്രം ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ളവനെ മറക്കുന്നത് ദുഷ്ടന്മാർ വച്ച് മുമ്പനാണ് ഈ സുഗ്രീവൻ. അതിൽ താഴെ ഉള്ള മറ്റുള്ളവർക്ക് മറക്കുന്ന അത്രമാത്രം മറക്കുന്നവനാണ് നിന്ദ്യനാണ്, നന്ദിയില്ലാത്തവനാണ്. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അതുകൊണ്ട് കിഷ്കന്ധയോടും അവൻ്റെ ബന്ധുക്കളും കൂടെ തന്നെ ഈ മർക്കട ശ്രേഷ്ഠനെ, ഈ സുഗ്രീവനായിരിക്കുന്ന ഈ കുരങ്ങനെ നിഗ്രഹിച്ചിടുവൻ എന്ന് ഭഗവാൻ തന്നെ ഇരുന്ന് പറയുക. അഗ്രജമാർഗം ഗമിക്കണം ഇന്നിനി സുഗ്രീവനും. അതിലൊരു സംശയം. അഗ്രജമാർഗം വെച്ചാൽ എന്താണ്? ബാലിയുടെ മാർഗം. അഗ്രജൻ ജ്യേഷ്ഠനാണല്ലോ ബാലി. അവൻ്റെ മാർഗം എന്തോ? അവനെ മരിച്ചില്ലേ, ആ മാർഗം തന്നെ ഇവനും വരണം. അതാണ് അതിനുള്ളൊരു സംശയം. അവനെ പോലെ ഇവനും വധിക്കണം.
ഇത്തം അരുൾ ചെയ്ത രാഘവനോട് അതിക്രുദ്ധനായി ഒരു സൗമിത്രി ചൊല്ലിയിട്ട് ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ ക്രുദ്ധനായി ലക്ഷ്മണൻ. അങ്ങനെ ദേഷ്യം കൂടി അങ്ങനെ പറഞ്ഞു. എന്താ പറയുന്നത്? അങ്ങനെ ക്രുദ്ധനായ സൗമിത്രി ചൊല്ലിയിട്ട് ഞാൻ എന്താ പറഞ്ഞേ? ബദ്ധനായ ഒരു സുഗ്രീവനെ സത്വരം മരിക്കേണ്ടവനാണ് അവനെങ്കിൽ ഹത്വ വിടകൊൾവൻ അദ്യ തവ അന്തികം. അവിടേക്ക് എന്നെ പറഞ്ഞു വിടൂ, എന്നെ അവൻ്റെ അടുക്കലേക്ക് ആജ്ഞാപിച്ച് പറഞ്ഞു വിടൂ. എന്തിനാ? ആജ്ഞാപ ആശുമ എന്ന് പറഞ്ഞ് അതിപ്രാജ്ഞനായ ഒരു സുമിത്രാതനയനും അവിടുത്തെ എന്നോട് വേഗം ആജ്ഞാപിച്ചാലും ഞാൻ പോയി അവനെ വധിക്കാം എന്ന് അങ്ങനെ പറഞ്ഞു. ആദായ ചാപതൂണീന ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധു അഭ്യുദ്ധം സോദരം. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്ത്? ലക്ഷ്മണൻ ചാപവും തൂണീരവും ഖഡ്ഗവും എന്നുവെച്ചാൽ വാളും ചാവും ഇതൊക്കെ സായകവും എല്ലാം എടുത്തും കൊണ്ട് പുറപ്പെടാൻ നോക്കുന്നു. ക്രോധന ഇത് സഹോദരൻ അത് ലക്ഷ്മണൻ ചെന്നപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാനിരിക്കുമ്പോൾ അത് കണ്ട് രഘുപതി പറയുവാണ്, ശ്രീരാമൻ പറയുക, കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടെന്ന് നിന്നോട് ഇനിയും പറയുന്നു. ഇനിയും പറയാനുണ്ട്, നീ ബാക്കിയുടെ കേട്ടിട്ട് പോകൂ. അപ്പോൾ എന്താ ഇനി ബാക്കി പറയാനുള്ളത്? ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സുഹൃത്താണ്, അവന് മരിക്കണ്ട. ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി, എൻ്റെ സഖിയാണ്. ഹിന്ദു ഭയപ്പെടുത്തിയെടുക്കുന്നവർ, പക്ഷേ ഭയപ്പെടുത്തണം, അത് മതി, അല്ല കൊല്ലണ്ട. ഹന്തവ്യനല്ല, അവനെ കൊല്ലണ്ട. സുഗ്രീവൻ എൻ്റെ സഖി. ഹിന്ദു ഭയപ്പെടുത്തിയെടുക്കുന്നവർ, ബാലിയെപ്പോലെ നിനക്കും വിരവോട് കാലപുരത്തിന് പോകാം അറിയുന്ന അങ്ങനെ പറയണം. ബാലിയെപ്പോലെ നിനക്കും കാലപുരത്തിന് പോകാനുള്ള സമയമായെന്ന് നീ പറയൂ. യുദ്ധം അവനോട് ചെന്നാൽ അതിന് ഉത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ട് നീ വേഗേന വന്നാൽ അതിന് അനുരൂപമാം ആകുതമൂർത്ത് കർത്തവ്യം അനന്തരം. അത് പറയുമ്പോൾ അവൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ, അത് കേട്ടിട്ട് നീ ഇനി വന്നതിനോട് പറയൂ. അങ്ങനെ ലക്ഷ്മണൻ സുഗ്രീവനെ കാണുവാനാണ് പോകുന്നു. അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവ രാജ്യം പ്രതി നടന്നിടിനാൻ. അങ്ങനെ സുഗ്രീവനടുത്തേക്ക് പോകുന്നു. കിഷ്കിന്ധയോടും ദഹിച്ചു പോ ഇപ്പോഴും മർക്കട ജാതികളെന്ന് തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞൻ അനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ട് വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിൽ ഉണ്ടാക്കുവാൻ ഈ അജ്ഞാനികളെ പോലെ വിജ്ഞാനമൂർത്തിയാണ്. എന്ന സർവജ്ഞന അനാകുലനാണ് അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ. എന്താ ഇതങ്ങനെയാ? നരനായി വന്നാൽ ഇതൊക്കെ വിഷമങ്ങൾ ഉണ്ടാകണം. ദുഃഖസുഖാദികൾ കൈക്കൊണ്ട് വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ വന്നതാണ്. ദുഃഖസുഖാദികൾ കൈക്കൊണ്ടിട്ട് ഈ ലോകത്തെ സുഖവും ദുഃഖവും എല്ലാം ഭഗവാൻ കൈക്കൊള്ളുകയാണ്. ആർക്ക് വേണ്ടി? ഈ ലോകത്തിന് വേണ്ടിയല്ലേ? അപ്പോൾ ഇതെല്ലാം ഓർക്കുമ്പോൾ ഭഗവാൻ ഇതിനെല്ലാം ആവശ്യമുണ്ടോ പരമാത്മാവിന്? അപ്പോൾ ഈ ഭൂമിയിൽ വന്നാൽ ഇതൊക്കെ അനുഭവിച്ചേ പറ്റും. അതുകൊണ്ട് ദുഃഖവും സുഖാദികളെല്ലാം കൈക്കൊണ്ട് ഭഗവാൻ ഇതെല്ലാം വർത്തിച്ച് ദുഷ്കൃത ശാന്തി, ഈ ലോകത്തിലെ ശാന്തിക്ക് വേണ്ടി, ദുഷ്കൃതങ്ങളാകുന്ന ശാന്തി, ഈ രാവണനെ പോലുള്ള ദുഷ്കൃതങ്ങൾ ആ ശാന്തിക്ക് വേണ്ടി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം ദശരഥ മഹാരാജാവിൻ്റെ തപസ് കൊണ്ട് തന്നോട് സിദ്ധി വരുത്തി കൊടുപ്പാനും അദ്ദേഹത്തിന് പ്രാർത്ഥന ആ സിദ്ധിക്ക് വേണ്ടി അവിടെ മകനായി വരികയും വേണം, ലോകം നന്നാക്കുകയും വേണം. അങ്ങനെ പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്ത് രക്ഷിച്ച് കൊടുപ്പാനും അവിടെ ബ്രഹ്മാവിനും ദേവന്മാർക്കും എല്ലാം വിഷമമാണല്ലോ ഈ രാവണനെ കൊണ്ട്. അതുകൊണ്ട് അവരുടെ എല്ലാം സങ്കടം തീർപ്പാനും ഭൂമിദേവിക്കും അതെല്ലാം കൂടെ അതിനും കൂടെ ഭഗവാൻ ഇങ്ങനെ കൗസല്യം ദശരഥനും തപസ് ചെയ്ത് മകനായി വരണമെന്നും കൂടെ ഭഗവാൻ ഇതെല്ലാം കൂടെ ചിന്തിച്ച് ഈ വന്നു കിടന്ന് ഈ അനുഭവിക്കേണ്ട കാര്യം അതൊക്കെ സംഭവിക്കുന്നില്ലേ ഭഗവാന്? ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം? മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഇതിനകത്ത് ലാഭമുണ്ടോ ഭഗവാന്? അപ്പോൾ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നോട് സിദ്ധി വരുത്തി കൊടുപ്പാനും അത് മകനായിട്ട് വരാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്ത് രക്ഷിച്ചു കൊടുപ്പാനും മനുഷ്യവേഷം ധരിച്ച പരാപരൻ ആനന്ദമൂർത്തി ജഗന്മൻ ഈശ്വരനാണ്. ഈ മനുഷ്യവേഷം ധരിച്ച പരാപര ആനന്ദമൂർത്തിയായിരിക്കുന്ന ആ ജഗന്മൻ ഈശ്വരൻ നാനാജനങ്ങൾക്ക് മായ മോഹിച്ച് മാനസം അജ്ഞാനം സംയുക്തമാകയാൽ മനസ്സിന് ഇത്ര അജ്ഞാനം സംയുക്തമാകയാൽ മോശം വരുത്തുന്നത് എങ്ങനെ ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ച് കൽപ്പിച്ചു. ഇതെല്ലാം ഓർക്കുമ്പോൾ ഇതെല്ലാം ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവും. ഭഗവാൻ തന്നെയുള്ളൂ, വേറെ ആരുണ്ടോ തുണയായിട്ട്? ബാക്കിയെല്ലാം താഴെയുള്ളവരല്ലേ, നമ്മളാരും ഭഗവാൻ തുണയാവാൻ പറ്റുമോ? ഈശ്വരൻ ഒരുത്തനല്ലേ ഉള്ളൂ. അപ്പോൾ എന്തു വന്നാലും സഹിച്ചല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭഗവാൻ പരമാത്മാവ് ഭൂമിയിൽ വന്നിട്ട് നമുക്കൊക്കെ താങ്ങും തണലുമായി നിൽക്കുന്ന പരമാത്മാവ്, ആ ഈശ്വരനെ ആർക്കെങ്കിലും ഇങ്ങനെ തണലാവാൻ പറ്റുമോ? ആരെങ്കിലും പറ്റുമോ? ഭഗവാൻ തനിയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കത് നോക്കും ദുഃഖം ഉണ്ടാകത്തില്ലേ?
അങ്ങനെ മോശം വരുത്തുന്നത് എങ്ങനെ ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മോഹ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ. യഥാ രാമായണ കഥയെ പ്രസിദ്ധമാക്കൂ. രാമനായി മാനുഷ വ്യാപാര ജാതയാം രാമായണാഭിധാമ ആനന്ദദായിനം സൽക്കഥാം ഈ പ്രപഞ്ചത്തിങ്ങിലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദ പുരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥ സിദ്ധയെ തത്തൽ ക്രിയാകാലദേശോചിതം നിജചിത്തേ പരിഗ്രഹിച്ചിടനാനീശ്വരൻ. സത്വാദികളാ ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. നിർഗുണമെന്ന് വെച്ചാൽ ഗുണമില്ലാ താമസം തിർഗുണങ്ങളില്ലാത്ത പരമാത്മാവ്. എന്നിട്ട് സാത്വികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു. ഗുണങ്ങളില്ലാത്ത ഭഗവാൻ ഗുണങ്ങളെ എടുത്ത് നിൽക്കുന്നു. ഭൂമി വന്നാൽ ഗുണം എടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഈ നിർഗുണനായിരിക്കുന്ന പരമാത്മാവ് വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ, വിജ്ഞാനശക്തിമാൻ അവ്യക്തൻ അദ്വയൻ, കാമാദികളാൽ അവിലിപ്തൻ അവ്യയൻ, വ്യോമവൽ വ്യാപ്തൻ അനന്തൻ അനാമയൻ. ദിവ്യ മുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലർ അറിഞ്ഞിടോർ. അങ്ങനെയുള്ള ഭഗവാനെ മനുഷ്യരായിട്ടുള്ളവർ, ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ ചിലരറിയും. ഭക്തന്മാരെ മുനിമാർ മഹർഷിമാരറിയും. ദിവ്യ മുനീശ്വരന്മാർ സനകാദികൾ. അപ്പോൾ ദിവ്യന്മാരായിരിക്കുന്ന മഹാമുനികളും സനകാദി മഹർഷിമാർ 4 പേരുണ്ടല്ലോ, അവരും സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ. ഇങ്ങനെ ഇരിക്കുന്ന പരമാത്മാവ്, നിർഗുണനായിരിക്കുന്ന പരമാത്മാവ് ഇവിടെ ഗുണം എടുക്കുന്നു ഭൂമിയിൽ വന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ലോകർക്ക് വേണ്ടിയും മറ്റുള്ള ദേവന്മാർക്ക് വേണ്ടിയും ഒക്കെ ഭഗവാനുടെ സർവാത്മകനെ ആര് തിരിച്ചറിയുന്നു? ഈ സനകാദികൾ മഹർഷിമാർ. പിന്നെയോ ദിവ്യ മുനീശ്വരന്മാർ. നമ്മുടെ ഭൂമിയിൽ നല്ല നല്ല ജ്ഞാനികളായ ഭക്തന്മാർ മഹർഷിമാരൊക്കെ ഉണ്ടല്ലോ, അവർ മാത്രം ഭഗവാനെ തിരിച്ചറിയുന്നത് പരമാത്മാവാണെന്ന്. അല്ലാത്ത അജ്ഞാനികൾ എന്ത് വിചാരിക്കുന്നു? മനുഷ്യനാണെന്ന്. മനുഷ്യരൂപം എടുത്തു എന്നത് അത് മനുഷ്യനായിട്ട് രൂപമൊന്നും എടുത്തതല്ല, അത് ദശരഥ മഹാരാജൻ്റെയൊക്കെ മകനായിട്ട് വന്നതല്ലേ, അല്ലെങ്കിൽ ദേവകിയുടെയും വസുദേവരുടെയും മകനായ കൃഷ്ണനായിട്ട് വന്നതല്ലേ, മനുഷ്യനല്ലേ എന്ന് അജ്ഞാനികൾക്ക് അറിയാത്തതുകൊണ്ട് അവർ അറിയാമെങ്കിൽ അത് പറയുന്നില്ലല്ലോ. അറിവില്ലായ്മയാണല്ലോ ഇതിനെല്ലാം കാരണം. അറിഞ്ഞവൻ പറയത്തില്ലല്ലോ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധമുണ്ടാം എന്ന് ചൊല്ലുന്നു. നിർമ്മലാത്മാക്കളുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധമുണ്ടാമെന്ന് ചൊല്ലുന്നു. സമദൃഷ്ടി എന്നായിരിക്കും. ഭക്തചിത്ത അനുസാരണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ. കിഷ്കിന്ധയാ നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ഞാണലിയിട്ട്. അതായത് ഇദ്ദേഹം സുഗ്രീവനെ കാണാനായിട്ട് പോയോല് ലക്ഷ്മണനും ഞാണലി ഇട്ടിതു. മർക്കടന്മാർ അവനെ കണ്ടു പേടിച്ചു. ഒരു വില്ലു ആകുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ഞാണലി എന്ന് പറയുന്നത് നമുക്ക് അറിയില്ലെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ മർക്കടന്മാർ, അവിടെയുള്ള കുരങ്ങന്മാരതൊക്കെ പേടിച്ചു. ശക്രു കിലിക ശബ്ദം പരവശാൽ വപ്രോ ഉപരി എന്നാണ് കിടക്കുന്നത്. വപ്രോ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും മരത്തിൻ്റെ മുകളിലോ വപ്രോ ഉപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചേവരും. കുരങ്ങന്മാരെല്ലാം കൈ കിട്ടുന്നത് കല്ലോ കൊച്ചു തടികളൊക്കെ പറക്കിയെടുത്തു. കാരണം ഇത് ആരാ? ലക്ഷ്മണൻ വില്ലു ഒരു ചെറു ഞാണലി ഇട്ടവൻ പേടിച്ചിട്ട് ഇനി എന്തിന് വന്നെന്ന് അറിയാത്തതുകൊണ്ട് ഇവർ കുരങ്ങന്മാരെന്ത് ചെയ്ത് കൈ കിട്ടിയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചു. പേടിച്ച് മൂത്രമലങ്ങൾ വിസർജിച്ചു. അവർ ഭയന്നിട്ട് മലമൂത്രങ്ങളൊക്കെ പോയി. ചാടി തുടങ്ങിനാൽ അങ്ങുമിങ്ങിയ ദ്രുതം മർക്കടക്കൂട്ടതയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദ്ധിതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ച് വലിച്ചതു. പല്ലുക വൃന്ദവും വല്ലാതെയായത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് ഭയപ്പെടുത്തണം. അതുകൊണ്ട് വില്ലൊക്കെ കുലച്ചിങ്ങനെ എല്ലാത്തിനും ഇപ്പം കാണാമെന്നുള്ള രീതിയിൽ ലക്ഷ്മണൻ ദേഷ്യത്തോടാണ് ചെന്നേക്കുന്നത്. അപ്പോൾ പല്ലുക വൃന്ദത് കണ്ടത് ഈ കുരങ്ങന്മാരുടെ പല്ലുക വൃന്ദം. കുരങ്ങന്മാരത് കണ്ട് വല്ലാതെയായത്. ലക്ഷ്മണൻ ആഗതനായത് അറിഞ്ഞ്, ലക്ഷ്മണൻ ചെന്നത് അറിഞ്ഞു. അത് തക്ഷണം അങ്കദൻ ഓടി വന്നിടന. അങ്ങനെ ഭാര്യയുടെ മകന അങ്കദൻ പെട്ടെന്ന് തന്നെ ഓടി വന്നു. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു. താൻ ഏകനായി ചെന്ന് നമസ്കരിച്ചിടിനാൻ. കുരങ്ങന്മാരെയൊക്കെ ദൂരേക്ക് ഓടിച്ച് കളഞ്ഞിട്ട്, എല്ലാം ഒത്തിരി കുരങ്ങന്മാരുണ്ടല്ലോ, ഓടിച്ച് കളഞ്ഞിട്ട് ഏകനായി ചെന്ന് ഭയമൊന്നുമില്ലാതെ. അങ്കദന് എന്തിനാ ഭയക്കുന്നേ? ഉണ്ടെങ്കിലും സുഗ്രീവനോടല്ലേ ദേഷ്യമുള്ളൂ. അങ്ങനെ മകൻ വന്ന് നമസ്കരിച്ചു ലക്ഷ്മണനെ. പ്രീതനായി ആശ്ലേഷവും ചെയ്ത് അവനോട് ജാതമോദം സുമിത്രാത്മനും ചൊല്ലിനാൻ. ഗച്ഛ വത്സ ത്വം പിതൃവ്യനെ കണ്ട് ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇങ്ങനെ സുഗ്രീവനോട് പറഞ്ഞു വെച്ച കാര്യങ്ങൾ പിതൃവ്യനെ കണ്ട് ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളത് ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം അവളംബിതം വരും. ആരാ ഇച്ഛയായ നല്ല സുഹൃത്ത്
നല്ലതല്ലേ, പിന്നെ ശ്രീരാമനല്ലായിരുന്നോ, നല്ല സുഹൃത്തല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിത്രത്തെ വഞ്ചിച്ചാൽ പറഞ്ഞപടി അനുസരിച്ചാലിരുന്നാൽ ഇത് ദുഃഖമായി വരും, അനർത്ഥമായ അവളംബിതം വരും. ഉഗ്രനാം അഗ്രജൻ എന്നോട് അരുൾ ചെയ്തു, അത് എൻ്റെ ജ്യേഷ്ഠൻ ഉഗ്രനാണ്, അദ്ദേഹം അത് ജ്യേഷ്ഠൻ ശ്രീരാമൻ എന്നോട് പറഞ്ഞു വിട്ടു, നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽപ്പെട്ടവനെ നിഗ്രഹിക്കാൻ പറഞ്ഞു വിട്ടെന്ന്. ചെയ്യേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അഗ്രജമാർഗം ഗമിക്കണം എന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിൽ അതേ പോരും. അതായത് ബാലിയുടെ അവസ്ഥ തന്നെ ആകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരും എന്നരുൾ ചെയ്ത് അത് ചെന്ന് പറകന്ന് ചൊന്ന് അത് കേട്ടൊരു ബാലി തനേനും ഇത് ചെന്ന് പറയാൻ പറഞ്ഞു സുഗ്രീവനോട്. അങ്ങനെ ബാലി തനേന്ന് വെച്ചാൽ അങ്കദൻ അത് കേട്ട് അവിടേക്ക് പറഞ്ഞു വിടാൻ. തന്നുള്ളിൽ ഉണ്ടായ ഭീതിയോടും അവൻ ചെന്ന് സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. അന്നേരം അങ്കദന് ഭയന്നുകൊണ്ട് ചെന്ന് പറഞ്ഞു, കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി കാവേയ ഭാവം കളഞ്ഞ് വന്ദിക്ക ചെയ്യുന്ന ആപത്തതല്ലായിലുണ്ടായി വരും ദൃഢം. കാവയഭാത മർക്കട സ്വഭാവം, കുരങ്ങൻ്റെ സ്വഭാവമൊക്കെ കളഞ്ഞിട്ട് ഗോപുരദ്വാരി പുറത്ത് വന്നിരിക്കുന്നു ലക്ഷ്മണൻ, അതുകൊണ്ട് ചെന്ന് വന്ദിക്ക, അല്ലെങ്കിൽ ആപത്തുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവൻ അത് കേട്ട്, അതായത് പേടിച്ചോങ്ങണ്ട് സന്ത്രസ്തനായ സുഗ്രീവൻ അത് കേട്ട് മന്ത്രിപ്രവരന മാരുതനോട് പേടിച്ചിട്ട് ഭയന്നിട്ട് ഹനുമാനോട് പറഞ്ഞു, അല്ലാതെ അയാൾ വരുന്നില്ല. ഭയന്നിട്ട് മാരുതി അത് ഹനുമാനോട് പറഞ്ഞു, ചിന്തിച്ച് ചൊല്ലിനാൻ അങ്കദനോട് കൂടെ അന്തികയെ ചെന്ന് വന്ദിക്കുക സൗമിത്രിയെ. അത് മകനായ അങ്കദനും ബാലന്റെ മകനാണല്ലോ അങ്കദനും ഹനുമാനോട് ചെന്ന് ലക്ഷ്മണനെ വന്ദിക്കൂ എന്ന് സുഗ്രീവൻ പറഞ്ഞിട്ട്, എന്നിട്ട് പതുക്കെ കോപം മാറ്റിയിട്ട് ചെല്ലാന്ന് കരുതി. അങ്ങനെ സാന്ത്വനം ചെയ്ത് കൂട്ടിക്കൊണ്ട് പോരുക, സന്തോഷമായിട്ട് കുറച്ചൊക്കെ സമാധാനപ്പെടുത്തിയിട്ട് കൊണ്ടുവരിക. ശാന്തനായൊരു സുമിത്രാതനയനെ അങ്ങനെ ശാന്തനാക്കിയിട്ട് കൊണ്ടുവരിക. മാരുതിയെ പറഞ്ഞേവ അയച്ചതാ താരയോട് അർക്കാത്മജനം പറഞ്ഞിടാൻ. അങ്ങനെ പറഞ്ഞിട്ട് താരയോട് എന്ന് പറഞ്ഞു സുഗ്രീവൻ. എന്താ പറഞ്ഞത്? അത് ബാലി വെച്ചോണ്ടിരുന്ന ഭാര്യ താര എനിക്കൊരു സുഗ്രീവന്റെ ഭാര്യയാണോ അതുകൊണ്ട് ബാലിയുടെ തന്നെ മാത്രം വേറെ രൂപ എന്ന് ഇതിനകത്ത് ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് എനിക്ക് വ്യക്തമല്ല. താര അങ്കദന്റെ മാതാവാണ്, അത് ബാലിയുടെ ഭാര്യയായിട്ടാണ് അവിടെ ഇരുന്നത്. അപ്പോൾ അവരോട് ഇതൊന്ന് പറഞ്ഞു, താരാധിപാനനെ പോകണമാശു നീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടെ ചാരത്ത് ചെന്ന് കോപത്തെ ശമിപ്പിക്ക സാര വാക്യങ്ങളാൽ പിന്നെ നല്ല നല്ല വാക്കുകളാൽ പറഞ്ഞ് ചാരത്ത് ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്ന് നല്ല സൗമ്യമായ സാരസ്യ വാക്കുകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കുക. താരാധിപാനേന, അതായത് താരേ സുന്ദരി ചെന്ന് ഇതൊക്കെ സന്തോഷമായിട്ട് പറയൂ. സുഗ്രീവൻ ചെന്ന് പറഞ്ഞ് ഹനുമാനും മകനോട് പോയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതും അതിൻ്റെ പുറകെ താരയും കൂടെ ചെന്ന് സമ്മാനിപ്പിക്കൂ. എന്നിട്ട് കൂട്ടിക്കൊണ്ടെങ്കിൽ പോകുന്നതിന് എന്നെയും വേഗന എന്നെ കാട്ടിക്കൊടുക്കൂ. വേഗന കാട്ടി കലുഷഭാവത്തെ നീക്കണം. ഇങ്ങനെ കൂട്ടിക്കൊണ്ടെങ്കിൽ പോകുന്ന എന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തിൽ തീർക്കണം. ഇത്തം അർക്കാത്മൻ വാക്കുകൾ കേട്ട് അവൾ, അതായത് സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് താര കേട്ടവൾ മധ്യകക്ഷിയാൻ പ്രവേശിച്ചു നിന്നിടിനാൾ. താരാ തനയനും മാരുതിയും കൂടി ശ്രീരാമ സഹോദരൻ തന്നെ വണങ്ങിനാൻ. ഭക്തിയാ കുശലപ്രസംഗങ്ങളും ചെയ്ത് സൗമിത്രിയോട് അഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തുഭാഗേ നിന്നരുളുവാൻ അന്തപുരത്തിലാമാർ എഴുന്നള്ളണം. ഹനുമാൻ വിളിച്ചു, എന്താ വെളിയിൽ നിൽക്കുന്ന ഭവാൻ ഇവിടെ അകത്ത് കയർന്ന് എഴുന്നള്ളൂ. രാജധാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞ് കയ്യും പിടിച്ച് ആശ സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. അങ്ങനെ ലക്ഷ്മണനും ഹനുമാനുടെ പതുക്കെ നടന്നു. യൂഥപന്മാർ മരുവീട് മണിമയ സൗധങ്ങളും പുരുശോഭയും കണ്ട്, അവിടെ മേധാവികളുണ്ട്, അവരുടെ മണിമയമായിരിക്കുന്ന സൗധങ്ങളൊക്കെ കണ്ട് ആനന്ദം ഉൾക്കൊണ്ട് മധ്യ കക്ഷിയാൻ ചെന്ന് മാനിച്ചു നിന്ന് നേരത്തെ കാണായി വന്നു. താരേഷു തുല്യമുഖിയായ മാനിനി, താരേഷു തുല്യം ചെയ്ത നക്ഷത്രം പോലെ തുല്യം, താര നക്ഷത്രമാണല്ലോ. ആ താര ഈശാന്ന് വെച്ചാൽ താരങ്ങളുടെ രാജാവ്, താരങ്ങളുടെ അധിപനാര ചന്ദ്രനാ. അപ്പം താരേശ തുല്യമുഖി, അപ്പം ചന്ദ്രമുഖിയായ ഈ സ്ത്രീ താര മാനിനി, താര ജഗൻ മനോമോഹിനി സുന്ദരി, ലക്ഷ്മി സമാനയായി നിൽക്കുന്ന നേരം. അപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് ഒരു ലക്ഷ്മിയെ പോലെ അവിടെ നിൽക്കുന്ന ആ സമയത്ത് ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി. അപ്പോൾ ലക്ഷ്മണനെ കണ്ടപ്പോൾ ഈ താര സന്തോഷമായിട്ട് വിനീതമായി വണങ്ങി മന്ദസ്മിതം പോട്ട് ചൊന്നാൾ, അഹോ തവ മന്ദിരമായി ഇതെന്നറിഞ്ഞില്ലയോ. ഇത്
ഈ തവ മന്ദിരമായത് ഇതെന്ന് അറിഞ്ഞില്ലയോ ഭക്തനാ എത്രയും ഉത്തമനായ തവ ഭക്തനായ ഒരു കവീന്ദ്രനോട് ഇങ്ങനെ. അതായത് ഈ ഭക്തനാണ് എത്രയും, അതൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കണ്ടേ, ദേഷ്യം മാറ്റണ്ടേ. അതുകൊണ്ട് ഭക്തനാ എത്രയും ഉത്തമനാണ് ആരാ സുഗ്രീവൻ. മന്ദസ്മിതം കൊണ്ട് ചെന്ന് സന്തോഷമായിട്ട് വിനിതായിട്ട് പറയാണ് ഈ ഭക്തനാം എത്രയും ഉത്തമനായ തവ, അതായത് അദ്ദേഹത്തിൻ്റെ ശ്രീരാമൻ്റെ ഭൃത്യനായ ഒരു കവീന്ദ്രനോട് ഇങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതിയാ, ചാവല്യമേറും. ഈ ജാതികൾക്ക് ഓർക്കണം, ഇത് കുരങ്ങന്മാരല്ലേ, ഇവർക്ക് ചാവല്യമില്ലേ, അത് മനുഷ്യർക്ക് പോലുള്ള ഇത് വരത്തില്ലല്ലോ. അതുകൊണ്ട് ഭക്തനാണ് ശ്രീരാമൻ്റെ, എത്രയും ഉത്തമനുമാണ് ഭൃത്യനുമാണ്, അത് ദാസനാണ്. ഈ ഇങ്ങനെയുള്ള കവീന്ദ്രനോട് കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതിയാ പിന്നുള്ളത്, ചാവല്യം ഏറും ഈ ജാതികൾക്ക് ഓർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടും ദീനനായി. ഈ സുഗ്രീവൻ കുറേ നാളുകൊണ്ട് ഭാര്യയെ പേടിച്ച് ഒറ്റയ്ക്ക് കഴിയല്ലായിരുന്നു, കുറേ നാളുകൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിലൊക്കെ. അങ്ങനെ ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ച് ദീനനായി കഴിയുകയായിരുന്നല്ലോ. ഇക്കാലം ആശഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ. ഇപ്പോൾ ഭഗവാൻ ശ്രീരാമൻ്റെ കൃപ കൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും രക്ഷിതനായാൽ സൗഖ്യം കാരണം, ഇപ്പോഴാണ് ഇച്ചിരിയെങ്കിലും സൗഖ്യസുഖം ഉണ്ടായത്. വാണാൻ അതും വിപരീതമാക്കിയിടായ. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോഴാണ് അല്പസുഖം കിട്ടിയത്, അതിനെ ഇല്ലാതാക്കല്ലേ, വിപരീതമാക്കല്ലേ. വാണാൻ അതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധിയെ ഭക്തപരായണ. ഇതെല്ലാം താര പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ ലക്ഷ്മണനോട് പറയുന്നു. നാനാ ദിഗന്തരം തോറും മരുവുന്ന വാനന്മാരെ വരുത്തുവാനായ അവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു. ഈ വാനന്മാർക്ക് വേണ്ടി അവരെ വരുത്താൻ 10 സഹസ്രം 10,000 ദൂതന്മാരെ വിട്ടത്. 10 ദിക്കീന്ന് കവികുല പ്രൗഢരും വന്നിറഞ്ഞത് കാണുന്നിവിടെ ഒന്നിനും ദണ്ഡമിനിയില്ല നിർണയം. എന്നാ നോക്കൂ, അവിടെ ഇവരെല്ലാം അവിടെ നിൽപ്പുണ്ട്. നക്തഞ്ചരകുലം ഒക്കെ ഒടുക്കുവാൻ ശക്തരത്രയെ കവിസത്തമന്മാരെല്ലാം. ഈ നക്തഞ്ചരകുലം എല്ലാം ഒടുക്കാൻ അവർ ശക്തരാണ്. എന്ന് വെച്ചാൽ ഈ രാവണൻ്റെ കുലമെല്ലാം ഒടുക്കാനുള്ള സത്തന്മാരായ കവികളാണ്. പുത്രകളത്ര മിത്രാന്വിതനാകിയ ഭൃത്യന സുഗ്രീവനെ കണ്ട് അവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ച് കാര്യവും ആശ സാധിക്കാമറിഞ്ഞാലും. അതുകൊണ്ട് നിങ്ങൾ സുഗ്രീവനും ഈ ഭൃത്യനായ ദാസനായ സുഗ്രീവനെയും കൊണ്ട് മിത്രാനിതനായ, അത് ഈ പുത്രനും കളത്രവും മിത്രമൊക്കെ ഉള്ള ഈ സുഗ്രീവനെ ഭൃത്യനാണ്. ഈ സുഗ്രീവനെ കൊണ്ട് അവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ച് കാര്യവും ആശ സാധിക്കാമറിഞ്ഞാലും. അങ്ങനെ ചെന്ന് ഭഗവാനെ കണ്ട് വന്ദിച്ച് പറയാം. താരാ വചനമേവം കേട്ട് ലക്ഷ്മണൻ. ഈ താരയുടെ വചനങ്ങൾ കേട്ടപ്പോൾ പാരാ ചെന്ന് സുഗ്രീവനെ കണ്ടു. അങ്ങനെ ലക്ഷ്മണൻ സമാധാനമായി സന്തോഷമായി ചെന്ന് പെട്ടെന്ന് തന്നെ സുഗ്രീവനെയും കണ്ടു. ആരാ ലക്ഷ്മണൻ. സത്രപം മിത്രസ്ഥനായ സുഗ്രീവനും, സത്രപം വെച്ചാൽ ലജ്ജയോടും മിത്രസ്ഥനായ ഭയത്തോടും കൂടി സുഗ്രീവനും സത്ര ഉത്ഥാനം ചെയ്ത് വന്നിച്ച് എഴുന്നേറ്റ് ലക്ഷ്മണനെ വണങ്ങി. മത്തനായി വിഹ്വലിതേഷണനാം കവി സത്തവനെ കണ്ടു കോപൻ ലക്ഷ്മണൻ. ഇങ്ങനെ മത്തനായും പിന്നെ മതിച്ചും പിന്നെ കണ്ണ് കലങ്ങിയിരിക്കുന്ന ഈ കവിയെ, അത് വെള്ളം അടിച്ചിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മത്തനായും അങ്ങ് അത്രമാത്രം വികൃതമാക്കി പെട്ടെന്ന് 4 മാസം കൊണ്ട്. അതാണ് കഷ്ടം. ചിലർക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ട്. മത്തനായി വിഹ്വലിതേഷനാം കവി സത്തമനെ കണ്ടു കോപൻ ലക്ഷ്മണൻ. കണ്ണ് കലങ്ങിയൊക്കെ ഇരിക്കുന്ന മതിച്ചൊക്കെ ഇരിക്കുന്ന അവനെ കണ്ടപ്പോൾ ലക്ഷ്മണൻ എന്താ പറയുന്നേ? മിത്രാത്മനോട് ചൊല്ലി ഞാൻ അങ്ങനെ ഈ സൂര്യപുത്രനായ സുഗ്രീവനോട് പറഞ്ഞു, നീ രഘുസത്തമൻ തന്നെ മറന്നത് എന്തിങ്ങനെ? എന്നുവെച്ചാൽ എന്താ ഇങ്ങനെ മറന്നത്? മിത്രാര്യപുത്രനെ കൊന്ന ശരം ആര്യപുത്രൻ കരസ്ഥിതം എന്നറിയാം. ആര്യപുത്രൻ എന്ന് വെച്ചാൽ ശ്രീരാമൻ്റെ കയ്യിൽ പിന്നെ ബാലിയെ കൊന്ന ശരം കയ്യിലുണ്ട്, അത് മനസ്സിലാക്കൂ. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവൻ ഉണ്ടെന്ന് നാഥൻ അരുളി ചെയ്തു. അതായത് ബാലിയുടെ സ്ഥലത്തേക്ക് എവിടാ പോയ അഗ്രജൻ മരിച്ചുപോയില്ലേ, അങ്ങനെ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യമപുരിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സുഗ്രീവനുണ്ടെന്ന് നാഥൻ അരുളി ചെയ്തു. അങ്ങനെ സുഗ്രീവൻ അത് തന്നെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ഇത്തരം സൗമിത്രി ചൊന്ന് അത് കേട്ട് അത് ഉത്തരം മാരുതപുത്രൻ ചൊല്ലിനാൻ. അപ്പോൾ ഹനുമാൻ പറയുന്നു, മാരുതപുത്രൻ ഹനുമാൻ ഇത്തം അരുൾ ചെയ്തതിന് എന്ത് കാരണം? ഭക്തൻ ഏറ്റവും പുരുഷോത്തമെങ്കിൽ കപിസത്തവൻ ഓർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. അത് പിന്നെ ഈ ലക്ഷ്മണനിലും സത്യം പാലിക്കുന്നവനാണ്, ലംഘിക്കത്തില്ല ഈ സുഗ്രീവൻ. രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നത് ഭഗവാന്റെ കാര്യത്തിന് ഉണർന്നു തന്നെ ഇരിക്കുകയാണ്, മറന്നുപോയിട്ടില്ല. താമസമെന്നിയ വാനര പുങ്കവൻ, ഒരു താമസവും ഇല്ല. വിസ്മൃതനായി ഇരുന്നിടുക ഇല്ല, അല്ലേതും മറന്നു പോയിട്ടില്ല. വിസ്മയമാർ കണ്ടില്ലയോ ഭവാൻ? മനസ്സിലാക്കൂ, കാണൂ. വേഗേന നാനാ ദിഗന്തരത്തിങ്കിൽ നിന്ന് ആഗതന്മാരായ വാനര വീരരെ നോക്കൂ അവിടെ നിൽക്കുന്നത്.
സഹസ്രം വാന്മാരെ കാണൂ, അത് മറന്നു പോയിട്ടില്ല, ഓർത്തുകൊണ്ടല്ലേ ഇത് വരുത്തി നിൽക്കുന്നത്. ശ്രീരാമകാര്യം അശേഷണ സാധിക്കും ആമയമെന്നേ വാനരനായകൻ. ഒരു വിഷമവും കൂടാതെ, ഒരു ആമയമില്ലാതെ, ഒരു ആകുലമില്ലാതെ തന്നെ അത് സാധിക്കും. മാരുതയെ ചൊന്നത് കേട്ട് സൗമിത്രിയും ആരുടെ ലജ്ജനായി നിൽക്കും ദശാന്തരയെ സുഗ്രീവൻ അർഘ്യപാദ്യാദ്യേന പൂജ ചെയ്ത അഗ്രഭാഗെ വീണ്ടും മടങ്ങിനാൻ വീണ്ടും നമസ്കരിച്ചു. ശ്രീരാമദാസോഹ ആഹന്ത രാഘവ കാരുണ്യലേശന രക്ഷിതാനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. ക്ഷണാർത്ഥം കൊണ്ട് തന്നെ ശ്രീരാമൻ എല്ലാവരെയും ജയിക്കും. സേവാർത്ഥം ഓർക്കലും സഹായം മാത്രം ഞങ്ങൾ ഏവരും തൻ നിയോഗത്തെ വഹിക്കുന്നു. ഞങ്ങളെല്ലാം സേവാർത്ഥം ഓർക്കിൽ സഹായം മാത്രം ഞങ്ങൾ ഏവരും അവിടുത്തെ നിയോഗത്തെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കാത്മൻ മൊഴി കേട്ട് സൗമിത്രിയും ഉൾക്കാൻ ഞവനോട് ചൊല്ലിയിടിനാൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ സൗമിത്രി പറയുന്നു, ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞത്, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു, പരുഷവാക്കൾ പറഞ്ഞത് ഒക്കെ ക്ഷമിക്കുക. മഹാഭാഗനല്ലോ നീ. നിങ്ങൾ പ്രണയം അധികം ഉണ്ടാകയാൽ സങ്കടം കൊണ്ട് പറഞ്ഞത് ഞാനോട്. നിന്നുള്ള സ്നേഹവും അധികമായ പ്രേമം ഉള്ളതുകൊണ്ടാണ്, പ്രണയം അധികം ഉള്ളതുകൊണ്ടാണ് ഇത്ര ഞാൻ പറഞ്ഞത്. വൈകാതെ പോക വനത്തിന് നാം ഇനിയും. രാഘവൻ താനെ വസിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. രാഘവൻ തനിയെ അവിടെയുള്ള വിഷമമല്ലേ, തന്നെ ഇരുന്ന് ചപ്പും ചുപ്പൊക്കെ പറയുവാണ്. അത് ശൈത്യത്തിനോട് പറയുന്നു, പോയി സീതയെ വന്ന് തടവുക, അത് വന്ന് എന്നെ തടവുക പറയുമ്പം ദുഃഖമല്ലേ. അത് ഓർക്കുമ്പോൾ ഒറ്റയ്ക്കിരുത്താൻ പറ്റുമോ? അത് ലക്ഷ്മണൻ അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒറ്റയ്ക്കേ ഉള്ളു, നമുക്ക് പെട്ടെന്ന് പോകാം. ലക്ഷ്മണ സുഗ്രീവന്മാർ ശ്രീരാമസന്നിധിയിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്ന് സുഗ്രീവനും. എന്നാലും നമുക്ക് സമയം കളയണ്ട, പോകാം. പാർക്കയില്ല, പെട്ടെന്ന് തന്നെ പോകാം. തേരിൽ കരേരി സുമിത്രാത്മനുമായി പേര് മൃദംഗ ശംഖാദി നാദത്തോടും അഞ്ജനാപുത്ര നീലാംഗത ധൈരല അഞ്ചസ വാനരസേനയോടും തഥാ ജനവാൻ. അതെനിക്ക് തിരിഞ്ഞു വരുന്നില്ല. ചാമരശേതാതപത്ര വ്യജനവാൻ പത്രവ്യജനവാൻ സാമര സൈന്യ അഖണ്ഡനെ പോലെ. അത്രമാത്രം അമരസേന സഹിതനായ ഇന്ദ്രനെ അത്ര നല്ല ഗാംഭീര്യമായിട്ട് എല്ലാം സന്തോഷമായിട്ട് തകർത്ത് പോകുക. അമരേന്ദ്ര ഇന്ദ്രനെ പോലെ പോകുക. അപ്പം വിഷമൊക്കെ പോയി. അതുകൊണ്ടാണ് ചാമരശ്വേതാപത്രജ ജനവാൻ സാമര സൈന്യന അഖണ്ഡനെ പോലെ രാമൻ തിരുവടിയെ ചെന്ന് കാണുന്നതിന് ആമോദമോട് നടന്നു കവിയർ. അത്ര സന്തോഷത്തോട് പോയി. ഗഹ്വരദ്വാരി ശിലാതലെ വാഴുന്ന, അതായത് ഈ അവിടുത്തെ ഗഹ്വരുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ഉന്നതമായ കൊടുമുടിയുടെ മണ്ടയിൽ ആ ഗഹ്വരദ്വാരി, ആ വാതിൽക്കൽ ശിലാതലെ വാഴുന്ന വിഹുലമാനസം ചീരാജിനധരം, മരവുരിയൊക്കെ കൊടുത്ത് വിഹുലം, അത് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ശ്യാമം ജടാ മകുടോജലം മാനവം രാമം വിശാല വിലോല വിലോചനം. ശ്യാമം ജടാ മകുടോജലം മാനവം രാമം വിശാല വിലോല വിലോചനം. ശാന്തം മൃദസ്മരചാര മുഖാംബുജം കാന്ത വിരഹ സന്തപ്തം മനോഹരം. ഇങ്ങനെയെല്ലാം ആണെങ്കിലും കാന്ത വിരഹം, ദേവിയിലുള്ള വിരഹമുണ്ട്, സന്തപ്തമുണ്ട്. മനോഹരം. കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കവിവരൻ തേരിൽ നിന്ന് ആശു താഴത്തിറങ്ങിടിനാൻ. ഇങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ ഇങ്ങനെ മുതാ കണ്ടു ദൂരാൽ കണ്ടു. അങ്ങനെ കവിവരൻ തേരിൽ നിന്ന് ലക്ഷ്മണന്റെ തേരിലിരിക്കൽ ആശു പെട്ടെന്ന് തന്നെ താഴിറങ്ങി. വീരനായ ഒരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദ അന്തികെ വീണു. ഭഗവാന്റെ പാദാരവിന്ദ അന്തികെ ചെന്ന് വീണ് പൂജിച്ച് ഭക്തിയാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനര വീരനെ കാരുണ്യമോട് ഗാഠം ഉണർന്നിടിനാൻ. തൊണ്ട അലർന്ന് ഒത്തിരി നേരമായി, ഇത്രയൊന്നും ഒക്കത്തില്ല, നാളെ ഇത് പറ്റുമെന്ന് അറിഞ്ഞില്ല. അങ്ങനെ ഭഗവാൻ അങ്ങനെ കാരുണ്യമോട് തന്നെ ഈ സുഗ്രീവനെയും പുണർന്നു. സൗഖ്യമല്ലി ഭവാൻ എന്ന് ഉരചിതുടൻ ഐക്യഭാവേനെ പിടിച്ചിരുത്തിയിടിനാൻ. സൗഖ്യമല്ലയോ എന്ന് ചോദിച്ചു. അന്നേരം ഭഗവാൻ എന്ത് ചെയ്ത്, ഐക്യഭാവേനെ, ഒന്നാണ്, ഐക്യം ചേർച്ചെന്നർത്ഥം. രണ്ടുപേരും ചേർന്ന് സന്തോഷത്തോടെ പിടിച്ചിരുത്തിയിടിനാൻ ഈ സുഗ്രീവനെ. ഭഗവാൻ ആതിഥ്യമായുള്ള പൂജയും ചെയ്ത് അളവ് ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലും. അപ്പം ഒരാൾ വിരുന്നായിട്ട് ആദിത്യമായി ചെല്ലുമ്പോൾ അതിന് തക്കതായ പൂജയൊക്കെ ചെയ്ത് അളവ് ആദിത്യപുത്രനും
അതായത് സുഗ്രീവനാണ് ആദ്യത്തെ പുത്രൻ. പ്രീതി പൂണ്ടാൻ സന്തോഷമായി. അതാണ് ഇന്ന് നമുക്ക് വായിച്ചു തീർന്നത്. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം. തൊണ്ട അലറുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കൂടുതൽ വയ്യാത്തതുകൊണ്ടാണ് മക്കളെ. ഇതെല്ലാവരും കാണണേ. ഒത്തിരി സമയം എടുത്തതുകൊണ്ടാണ് പറഞ്ഞു. ഹരി ഓം ഹരി ഓം ഹരി ഓം.